വളരെ പരിചിതമായ തിരുവെഴുത്താണ് ഇന്ന് രാത്രിയില് വായിച്ചു കേട്ടത്. ഈ തിരുവെഴുത്ത് അനേകർക്ക് മനഃപാഠമാണ്. സാധാരണ ഈ പ്രസംഗം ആദ്യമായിട്ട് ചെയ്യുന്ന പ്രിയപ്പെട്ടവരൊക്കെ ഈ വാക്യം വെച്ചാ പയ്യേറി വരുന്നത്. അപ്പൊ ഇന്ന് രാത്രി ദൈവവചനത്തിൽ നിന്ന് നമുക്കും അല്പമായിട്ടൊന്ന് ചിന്തിക്കാം. വേദപുസ്തകത്തിലെ പ്രവചന പുസ്തകങ്ങളെ രണ്ടായിട്ടാണ് പഠിക്കാൻ വേണ്ടി തരംതിരിച്ചിരിക്കുന്നത്. ദൈവം അങ്ങനെ തരംതിരിച്ചിട്ടൊന്നുമില്ല. നമുക്ക് ധ്യാനിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും. വലിയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്മാരും. പ്രവാചകന്റെ നീളവും തൂക്കവും മണ്ണവും വലിപ്പവും അല്ല വിഷയം, പ്രവചനത്തിന്റെ വിശേഷത വെച്ചാ. നമ്മൾ വലിയ പ്രവാചകനും ചെറിയ പ്രവാചകനും എന്ന് ഉദ്ദേശിക്കുന്നത് വലിയ പ്രവാചകന്മാര് നാട്ടിൽ കാണുകയല്ല, എപ്പോഴും കൂടുതലും പ്ലെയിനല്ല. ചെറിയ പ്രവാചകന്മാരെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് വിളപ്പിശാല വിട്ടെങ്ങും പോകാത്തവരാ. അത് നമ്മൾ കണ്ടുപിടിച്ചതാ. എന്നാൽ വേദപുസ്തകത്തിലൊരു വാക്യമുണ്ട്, ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാരാ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ദൈവത്തിന് ശ്രേഷ്ഠരാ. സ്തോത്രം. എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നു. അതുകൊണ്ടാണല്ലോ ഈ രാത്രിയിൽ നമുക്ക് ഇങ്ങനെ ഒന്നിച്ചു കൂടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഇടയായി തീർന്നത്. അതെ, പഠിത്തത്തിന്റെ സൗകര്യത്തിന് വലിയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്മാരെന്ന് തരം തിരിച്ച് പഠിക്കുന്നത് വലിയ പ്രവാചകന്മാരുടെ നിരയിൽപ്പെട്ട വ്യക്തികളാണ് യെശയ്യാവ്, യിരെമ്യാവ്, യെഹെസ്കേൽ, ദാനിയേൽ. അതിൽ ദാനിയേൽ പ്രവചനം 6-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യമാണ് ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് ഇന്ന് രാത്രി വായിച്ചത്. നമുക്കറിയാം, യഹൂദ ജനത്തെ പല സന്ദർഭങ്ങളിൽ പലയിടങ്ങളിൽ പ്രവാസികളായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പ്രവാസികൾ. എന്തുവാ ഈ പ്രവാസം? നമ്മൾ സാധാരണ കേരളത്തിൽ കേൾക്കുന്ന, വിശേഷിച്ച് മധ്യ തിരുവിതാംകൂറിലൊക്കെ കേൾക്കുന്ന ഒരു പദപ്രയോഗമാണ് പ്രവാസികൾ. അവർക്ക് പ്രത്യേക കൂട്ടായ്മയും സംഘടനയും ഒക്കെ ഉണ്ട് പോലും. നല്ലതുമാണ്. അവർക്ക് ഗവൺമെന്റും ഇപ്പോൾ ചില പ്രത്യേക ആനുകൂല്യങ്ങളും കാര്യങ്ങളും ഒക്കെ ക്രമീകരിച്ചിരിക്കുന്നു. ഇനി ചിലത് കിട്ടാൻ വേണ്ടി അവര് ഇടയ്ക്കിടയ്ക്ക് പലയിടങ്ങളിൽ കൂടാറുമുണ്ട്. എന്നാൽ വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ എന്തുവായി പ്രവാസം? അത് നമ്മൾ ശാന്തമായിട്ട് സൂക്ഷ്മമായിട്ട് നിഷ്പക്ഷമായിട്ട് പറഞ്ഞാൽ, ദൈവത്തിന്റെ ജനം ദൈവത്തിന്റെ പ്രമാണം വിട്ട്, ദൈവിക ആലോചന വിട്ട്, ദൈവത്തിന്റെ വ്യവസ്ഥ വിട്ട്, ദൈവം വച്ചിരിക്കുന്ന ആ ക്രമീകരണങ്ങളിൽ നിലനിൽക്കാതെ തന്നിഷ്ടപ്രകാരം, സ്വന്തമായ അഭിപ്രായപ്രകാരം, ശാഠ്യത്താലും ദുരഭിമാനത്താലും തന്നിഷ്ടപ്രകാരമൊക്കെ ദൈവ വഴിവിട്ട് വചനത്തിൽ നിന്നും ദൈവത്തിൽ നിന്നും ദൈവസഭയിൽ നിന്ന് അകന്നു പോകുമ്പോൾ ദൈവം അവരെ ശിക്ഷിക്കും. അങ്ങനെ ശിക്ഷ കൊടുത്ത് പ്രത്യേക സ്ഥലത്ത് കൊണ്ടിരുത്തും. അതാ പ്രവാസം. ഞാൻ വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിലായി പറയണത്. പ്രവാസികളെല്ലാം കൂടെ എൻ്റെ കൊങ്ങായിക്ക് പിടിക്കാൻ വരരുത്. അപ്പൊ ആ വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ ദൈവപ്രമാണം വിട്ട്, ദൈവത്തിന്റെ കൽപ്പന വിട്ട് ജനം വഴിതെറ്റി പോകുമ്പോൾ ദൈവം അവരെ ശിക്ഷിക്കും. നേരിട്ട് ശിക്ഷിക്കും. ചിലരുടെ കയ്യിൽ ദൈവം ഏൽപ്പിക്കും, ശാസിന്റെ കയ്യിൽ ദൈവം ഏൽപ്പിക്കും. അപ്പൊ അങ്ങനെ ശിക്ഷ കൊടുത്ത് അവരെ ശിക്ഷിച്ചിരുത്തുന്ന കാലമാണ് പ്രവാസം. അങ്ങനെ ദൈവജനത്തിന് പല സമയത്ത് പ്രവാസത്തിൽ പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതിൽ യഹൂദ ജനത്തെ പ്രവാസികളായി കൊണ്ടുപോയ
സന്ദർഭവും ആ പ്രവാസികളായി ബാബേലിൽ ചെന്ന വിഷയമാണ് ദാനിയേൽ പ്രവചനത്തിന്റെ പ്രാരംഭ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ദൈവം തെരഞ്ഞെടുത്ത ദൈവജനം ദൈവത്തിന്റെ പ്രമാണത്തിൽ നിൽക്കണം. കാരണം ദൈവത്തിന് ഇവര് പ്രത്യേക സമ്പത്താണ്, ഇവര് ദൈവത്തിന് പ്രത്യേക ജനമാണ്. ഇതുപോലെ ശ്രേഷ്ഠ ജാതി ഏതുള്ളെന്ന നമ്മളും ഒരു പാട്ട് പാടും. ഇവിടെ പാടുമെന്നറിയത്തില്ല, ഞങ്ങളുടെ ഇവിടെ ഒക്കെ പാടും. ഇപ്പം അങ്ങനത്തെ പാട്ടുകൾ വിരളമാ. പണ്ടത്തൊരു പാടി, ഇപ്പൊ പുതിയ പുതിയ പാട്ടുകളാണല്ലോ. സ്തോത്രം. എന്നാൽ പണ്ടൊക്കെ പാടും, ഇതുപോലൊരു ജാതിയുണ്ടോ. നിങ്ങൾ മക്കൾ കേട്ടിട്ടില്ലേ? പാടേ, ഇതുപോലൊരു ജാതിയുണ്ടോ. ഒന്നുകൂടെ പാടിക്കും, ഇതുപോലൊരു. പാട്ടുകാരൻ എഴുതിയത് ഇതുപോലെ ശ്രേഷ്ഠ ജാതി ഏതുള്ളെന്നുള്ള അർത്ഥത്തിൽ എഴുതിയത്. ന്യായപ്രമാണം, ആക്തത്വം, ആരാധന, പ്രമാണം, വിശുദ്ധി, വേർപാട്, ആരാധന, അന്യഭാഷ, പ്രവചനം, വെളിപ്പാട്, വീര്യപ്രവൃത്തി, രോഗശാന്തി, കടവരം, ആമേൻ, കൂട്ടായ്മ, ആരാധന, ഇങ്ങനെയുള്ള അതെല്ലാം വെച്ചോണ്ടാ പാട്ടുകാരൻ എഴുതിയത്. ഇതുപോലൊരു ഇപ്പം ഇതെല്ലാം പോയത് കൊണ്ട് നമ്മളിപ്പോൾ പാടുന്നില്ല. എന്നാ വഴിയെ പോകുന്ന നാട്ടുകാർ ഇങ്ങോട്ട് നോക്കി പാട്, ഇതുപോലൊരു. ആ ഒരു പരുവത്തിന് ഇപ്പം ആയി തീർന്നിരിക്കുക പലയിടത്തും. അവര് പാടണ്ട, നമുക്ക് പാടിയാ മതി. അപ്പൊ നീ തലത്തിൽ അപമാനം നമുക്കവകാശ എന്നോർത്തിട അപമാനം നമുക്കവകാശമെന്നോർത്തിടണ അവനായി ദൈവത്തിന് മഹത്വം കൊടുക്ക. അപ്പോൾ ദൈവത്തിന് പ്രത്യേക സമ്പത്താ. ഇവിടെ ഇരിക്കുന്ന എന്നെ കേൾക്കുന്ന സകല ദൈവമക്കൾക്കും ദൈവത്തിന് വിലയേറിയവരാ. ഇവിടെ ചിലപ്പോൾ ഓരോരുത്തരെ വില കുറച്ചൊക്കെ കാണും. കാശുള്ളവരും കളറുള്ളവരും കളർ കുറഞ്ഞവരും കളറില്ലാത്തവരും മിടുക്കനും പോഷനും ഒക്കെ കാണും. അതൊക്കെ ഇവിടെ തരം തിരിച്ച് വില കുറഞ്ഞ് ചിലർ കാണും. മനുഷ്യന്റെ പ്രകൃതി. ആത്മീക ലോകത്തും അങ്ങനെയൊക്കെ തന്നെ. അതെ, ഇച്ചിരി പിടിപ്പുള്ള അച്ചായനോ ടൈയും കോട്ടും ഒക്കെ കെട്ടി വന്നാൽ നമ്മൾ പറയും ഇച്ചിരി അതേ സമയം ഇതുപോലെ മുണ്ടും ജിബ്ബായും എടുത്തോണ്ടാ വരുന്നെങ്കിൽ. എല്ലായിടത്തും അല്ല, ചിലയിടത്ത് മുണ്ടും ജിബ്ബായും ഇട്ടാലേ അവർ മാനിക്കുള്ളൂ. ടൈയും കോട്ടും ചെന്നാൽ അവർ ആ കാശിന് അവർ ശ്രദ്ധിക്കുന്നില്ലല്ലോ. എവിടെ എങ്ങനെയാണെന്നൊന്നും എന്നോട് ഇപ്പൊ ചോദിക്കരുത്. അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. പിന്നെ വീതിയുള്ള ടൈ കെട്ട് കഴിഞ്ഞാൽ നോക്കി വെച്ച് പിന്നെ നോക്കുകയല്ലേ അവര്. സാഹുപാസ് പറഞ്ഞു കൊടുത്ത എവിടാന്ന് ഞാൻ കണ്ട്. അപ്പം ഇവിടെ നമ്മള് അങ്ങനെയൊക്കെയാ വില വെക്കുന്ന. പക്ഷേ രക്ഷിക്കപ്പെട്ട എല്ലാവരും ദൈവത്തിന് വിലയേറിയവരാ. യേശുക്രിസ്തുവിനെ രക്ഷിതാമായി സ്വീകരിച്ച് കർത്താവിന് ഹൃദയം കൊടുത്ത് ഒരു ദൈവ പൈതലായി തീർന്ന സകല പ്രിയപ്പെട്ടവരും ദൈവത്തിന് വിലയുള്ളവരാ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയും, ഇഷ്ടമുണ്ടെ അംഗീകരിച്ചാൽ മതി. ആരെയും വില കുറച്ചും വില കൂട്ടിയും കാണണ്ട. എല്ലാവരും ദൈവമക്കളാണ്. കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ. പിന്നെ വേണ്ട പുസ്തകത്തിന്റെ വ്യവസ്ഥകളുണ്ട്.
ചിലരെ ഇരട്ടി മാനത്തിന് യോഗ്യരാക്കും. അതെന്തിനാന്ന് വെച്ചാൽ അവര് നന്നായിട്ട് അധ്വാനിക്കുന്നു. നന്നായി ശുശ്രൂഷിക്കുന്നവരെ, അധ്വാനിക്കുന്നവരെ, വിശേഷിച്ച് വചനത്തിലും ഉപദേശത്തിലും നന്നായിട്ട് അധ്വാനിക്കുന്നവരെ ഇരട്ടി അത് ചെയ്തേ ഒക്കുള്ളൂ. സുവിശേഷം പറയുകയില്ല, പ്രാർത്ഥിക്കുകയില്ല, ആരാധിക്കുകയില്ല, ഒരു പരുവത്തിൽ ഇങ്ങനെ പോകുന്നവരും ദീർഘവർഷങ്ങളായിട്ട് കർത്താവിന്റെ മഹത്വമുള്ള വേല ചെയ്ത് പട്ടിണിയും പൈതാകവും ബുദ്ധിമുട്ട് വേറ്റ് അടിയും നിന്നയും ആക്ഷേപവും സഹിച്ച് ഈ ദീർഘവർഷങ്ങളായിട്ട് മഹത്വമുള്ള ശുശ്രൂഷ ചെയ്യുന്ന രണ്ടുപേർക്കും ഒരേ രീതിയല്ല. അവരെ ഇരട്ടി മാനത്തിന് യോഗ്യരാക്കണം. സ്തോത്രം. അത് വേറൊരു സബ്ജക്റ്റാണ്. അത് ഒക്കെ നാളെ നമുക്ക് ചിന്തിക്കാം. കാരണം ഇന്ന് ചിന്തിച്ചാൽ നാളെ നിങ്ങൾ വരികയല്ല. അതുകൊണ്ട് നമുക്ക് നാളെ അതെ. അപ്പോൾ ദൈവത്തിന്റെ ജനം ദൈവത്തിന് വിലയേറിയവരാ. ഇങ്ങനെയുള്ള ഈ ജനം ദൈവത്തിന്റെ പ്രമാണം വിട്ടു പോയപ്പോൾ ദൈവം ഇവരെ ശത്രുവിന്റെ കയ്യിൽ കൊടുത്തു. അങ്ങനെ ദൈവം കൊടുക്കുമോ? വായിച്ചേ ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 1-ഉം 2-ഉം പെട്ടെന്ന് വായിര്. യഹൂദ് മരിച്ച ശേഷം ഇസ്രായേൽ മക്കൾ വീണ്ടും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവ അവരെ ഹസോരിൽ വാണിരിക്കുന്ന കനാന്യ രാജാവായ യാബീന് വിറ്റ് കളഞ്ഞു. കണ്ട, പ്രവാസത്തിലോട്ട് വിടുക. പിശാച് വിറ്റതല്ല, പിന്നെ ഉറക്കെ പറ, ദൈവം വിറ്റതാ. നമ്മൾ ഓർക്കും പിശാച് വിറ്റതാണ്. പിശാച് അറിഞ്ഞ കേസേ അല്ല. ദൈവം ഇവരെ വിറ്റു. ഹസോരിൽ വാണ യാബീന് വിറ്റു. അവന്റെ സേനാപതിയാണ് സീസരെ. അവന് 900 ഇരുപരഥങ്ങൾ. നന്നായിട്ട് ഇവര് പീഡിപ്പിച്ചു. അപ്പോൾ ദൈവത്തിന് അനിഷ്ടമായുള്ളത് അങ്ങനല്ലയോ സഹോദരി? ഒന്നുകൂടെ വായിച്ചേ. യഹൂദ മരിച്ച ശേഷം ഇസ്രായേൽ മക്കൾ വീണ്ടും ഇവരെ കൂടെ ദൈവത്തിന് ഇഷ്ടമില്ലാത്തതെല്ലാം ചെയ്യും. സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്ന ഒരു പ്രയോഗം തെറ്റിപ്പോകുന്ന ഹൃദയമെന്ന. തെറ്റിപ്പോകുന്ന ഹൃദയം 95-ാം സങ്കീർത്തനത്തിന്റെ 96-ാം സങ്കീർത്തനത്തിന്റെ 10-ാം വാക്യം വായിച്ചേ. ആ 95-ന്റെ 10. സോറി, 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസം. കണ്ടോ, 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസം ഉണ്ടായി. ദൈവം പറയുക 40 ആണ്ട്, 1-2 കൊല്ലമല്ല, 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി. അടുത്തത് അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ജനമെന്നും എന്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാത്തവരെന്നും. ആകയാൽ അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എന്റെ ക്രോധത്തിൽ. അപ്പോൾ ശ്രദ്ധിക്കുക, 95-ാം സങ്കീർത്തനം 10-ാമത്തെ വാക്യത്തിൽ കൊടുത്തിരിക്കുന്നത് 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി. അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ജനം. ഉണ്ടോ? സങ്കീർത്തനക്കാരൻ കൊടുത്തിരിക്കുന്ന പ്രയോഗം തെറ്റിപ്പോകുന്ന ഹൃദയം. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പൗലോസ് കൊടുത്തിരിക്കുന്ന പ്രയോഗം തെറ്റിപ്പോകുന്ന ഹൃദയം എന്ന് മാത്രമല്ല, എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയം. വല്ലപ്പോഴും ആണെങ്കിൽ കുഴപ്പമില്ല, എപ്പോഴും അങ്ങ് തെറ്റുക. വായിച്ചേ എബ്രായ ലേഖനം 3-ാം അധ്യായത്തിന്റെ 8 മുതലുള്ള വാക്യം വായിച്ചേ.
ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ മരുഭൂമിയിൽ വെച്ച് ആ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ അടുത്തത് ആ അടുത്തത് ആ ആ ആ അടുത്ത പദം അവര് എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയം ഉള്ളവർ കണ്ട. അപ്പോൾ 95-ാം സങ്കീർത്തനം 10 വായിക്കുന്നത് തെറ്റിപ്പോകുന്ന ഹൃദയം എന്നാ. പൗലോസ് നന്നായിട്ട് പഠിച്ച ഇവരെ പറ്റി അപഗ്രഥിച്ച് പഠിച്ചു പറഞ്ഞ് എപ്പോഴും തെറ്റിപ്പോകുക എന്ന് പറഞ്ഞു. രാവിലെ ഉണർവ്, വൈകുന്നേരം തെറ്റും. രാത്രി യോഗത്തിൽ ബലപ്പെടും, രാവിലെ പരുവക്കേടാം. ഒരു പകലും വൈകിട്ടും ബലപ്പെടും, 4 പകല് പരുവക്കേടാം. എപ്പോഴും അങ്ങ് തെറ്റുക. സ്തോത്രം സ്തോത്രം, അത് പാടില്ല. അപ്പൊ ഇവരെപ്പോഴും തെറ്റി ദൈവത്തിന് ഹിതമല്ലാത്ത വഴികളിൽ കൂടി നടക്കുമ്പോൾ ദൈവം ഇവരെ ശിക്ഷിക്കും. അങ്ങനെ ഈ പ്രവാസത്തിലേക്ക് വിടുന്നത്. ഇവിടെ ദാനിയേൽ പ്രവചനം നാം പഠിക്കുമ്പോൾ യഹൂദ ജനത്തെ ദൈവം പ്രവാസത്തിലേക്ക് അയച്ചു. അയക്കാനുള്ളതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്, ഈ യഹൂദ ജനത്തിന് ദൈവം കൊടുത്ത പ്രമാണമായി ഇവര് ശബത്ത് ആചരിക്കണം. ശബത്തിനെ ഇവര് വിശേഷ ദിവസമായി കാണണം. അന്ന് വേലയൊന്നും ചെയ്യരുത്. അത് ദൈവം സ്വസ്ഥമായിട്ടിരുന്നല്ലോ, നിങ്ങൾ വന്ന് ചെയ്യണം, യഹൂദനോട് ബന്ധപ്പെട്ട. എന്നാൽ ഇവര് അന്ന് സകല പരിപാടിയും അന്നത്തെ ദിവസമാണ്. ആ പ്രമാണം ഇവരെ അനുസരിക്കുന്നില്ല. ഇവര് ദൈവവഴി നടക്കാതെ ഇതിനെ ലംഘിച്ച് ആ വിധത്തിലൊക്കെ പോയപ്പോൾ നമ്മൾ സംഖ്യാപുസ്തകത്തിൽ വായിക്കുന്നില്ല, ഇവര് മരുഭൂമിയിൽ പ്രയാണം ചെയ്യുന്ന വേളയിൽ ശബത്തിലെ ഒരുത്തൻ വിറക് പെറുക്കാൻ പോയെന്ന്. ശബത്തിൽ ഒരുത്തൻ വിറക് പെറുക്കാൻ പോയി. പുറപ്പാട് പുസ്തകം 19-20 അധ്യായം പഠിക്കുമ്പോൾ ശബത്തിനെ ആചരിക്കണമെന്ന, അന്ന് ഒരു വേല ചെയ്യരുത്. ഈ പ്രമാണം കൊടുത്ത് ഇവര് യാത്ര ചെയ്ത് മരുഭൂമി വന്നപ്പോൾ ഒരുത്തൻ ശബത്തിൽ വിറക് പെറുക്കാൻ പോയി. അവൻ അന്ന് തന്നെ വിറക് പെറുക്കണം. യവൻ വിറക് പെറുക്കാൻ പോകുന്നത് വേറൊരുത്തൻ കണ്ടു. അവന് പോകാൻ ഒക്കുന്നില്ലല്ലോ എന്ന് ഓർത്ത് അവന് ഇരിക്കുക. അവനും പോണമെന്നുണ്ട്, എനിക്ക് പോകാൻ പറ്റുന്നില്ല, മറ്റവൻ എന്നെ പെറുക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാ നാടൻ ഭാഷ പറഞ്ഞ അവനിട്ട്, അതാ ഞാനത് പറയുന്നത് എങ്ങനെയാന്നോർത്താ ഞാൻ മിണ്ടാതിരുന്നത്. അച്ചായൻ പറഞ്ഞത് നന്നായി. അവനത് വന്ന് മോശയോട് പറഞ്ഞു. മോശയോട് പറഞ്ഞപ്പോൾ ഇവൻ ചിന്തിച്ചത് കേട്ട ഉടനെ മോശ ഇവനെ സഭയിൽ നിന്ന് മുടക്കുവന്ന. മോശ വിവേകമുള്ളയാളാണ്. അപ്പം മോശ ഇവൻ്റെ കാര്യം കേട്ടപ്പം മോശ ഈ ശബത്തിൽ വിറക് പെറുക്കുന്നവനെ എന്നാ ചെയ്യണമെന്നൊരു പ്രമാണം തന്നിട്ടില്ല. അല്ലാത്തതിനൊക്കെ പ്രമാണം കിട്ടി. ശബത്തിൽ ഒരുത്തൻ, കാരണം ആരും ചിന്തിക്കാത്ത ജോലിയാണ് ഇവൻ പോയി ചെയ്തത്. അങ്ങനെയുള്ള അപ്പൊ അവനെ എന്നാ ചെയ്യണമെന്ന് പ്രമാണമില്ല. അപ്പോൾ മോശ ഇവനെ തടവിൽ വെച്ചു, റിമാൻഡിൽ വെച്ചു. അതിനകത്ത് ഒരു ആത്മീക പാഠം, നിങ്ങൾ ആ വാക്യം ഒന്ന് വായിച്ചേ. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് അങ്ങനെ ഒരു വാക്യമേ വേദപുസ്തകത്തിലില്ല എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. അപ്പം തെളിവിനങ്ങ് വായിച്ചേക്കാം. സംഖ്യാപുസ്തകം 15-ാം അധ്യായത്തിന്റെ 32 മുതലൊന്ന് വായിച്ചേ. ആ, ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ ഇരിക്കുമ്പോൾ ആ ശബത്ത് നാളിൽ ഒരുത്തൻ വിറക് പെറുക്കുന്നത് കണ്ടു. ആ ആ ആ അപ്പോൾ ശബത്ത് നാളിൽ ഇങ്ങനെ ജോലി ചെയ്യരുതെന്ന കർക്കശ പ്രമാണം 20-ാം അധ്യായത്തിന്റെ 8 ദൈവം പറഞ്ഞു. പുറപ്പാട് വായിച്ചേ, അത് വായിച്ചേച്ച് പിന്നെ ഇത് വായിക്കണം. പുറപ്പാട് 20-8. ആ അപ്പോൾ ശ്രദ്ധിക്കുക,
ശബത്ത് നാളിനെ ദൈവം അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ച ദിവസമാണ്. ഈ ശബത്ത് നാളിൽ ഒരു വേലയും ചെയ്യരുത്. ഇതാ പ്രമാണം. ഇങ്ങനെ പ്രമാണം ലഭിച്ച ഇസ്രയേല് മരുഭൂമിയിൽ ഇങ്ങനെ പ്രയാണം ചെയ്തപ്പോൾ, എന്റെ ഭാഷ ഞാൻ പറയാം, കണ്ടമാനം തീറ്റ ചെന്നപ്പോ കുത്തല് തുടങ്ങി. അതാ കണ്ടമാനം തീറ്റ ചെന്നപ്പം, അതിന് ഞങ്ങളുടെ നാട്ടിൽ പഴമക്കാര് പറഞ്ഞത് തീൻകുത്തലെന്ന. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? തിരുവനന്തപുരം ഭാഷയും മധ്യ തിരുവിതാംകൂറിലെ ഭാഷയ്ക്കും വ്യത്യാസമുണ്ട്. എന്നാൽ ആശയം പിടികിട്ടിയല്ലോ. അതും കിട്ടിയില്ലേ? നന്നായിട്ട് കഴിക്കുമ്പോൾ കുത്തുവന്ന് അത് പിടികിട്ടിയോ? ആ, അതും പിടികിട്ടിയില്ല. എന്നാ പിന്നെ ഞാൻ നാളെ ഇങ്ങോട്ട് വരാതിരിക്കുന്ന നല്ലത്. മനസ്സിലാകുന്നുണ്ടോ? ആ, ഓ, അതുകൊണ്ടാ. ഈ കണ്ടമാനം ഇത് ചെന്ന് കഴിയുമ്പം കുത്തലുണ്ടാകും. രാവിലെ മന്ന പൊഴിക്കും, ഇടങ്ങഴി വെച്ച് ആടിക്കുന്നത്. ശബത്തിന്റെ തലേന്ന് പെറുക്കും, രണ്ടിടങ്ങഴി കാണും പിറ്റേന്നൂടെ. പിന്നെ കാടപ്പക്ഷി, അതാണ് പാളയത്തിൽ ഇങ്ങനെ പറന്ന് പറന്ന് നിൽക്കുക, എത്തിപ്പിടിച്ച് ചിക്കൻ തിന്നണമെന്ന. തിന്നുന്നതിന്റെ എല്ലാം മൂക്കിൽ കൂടെ ചാടി ഓക്കാനം വന്നെന്ന. പാറയടിച്ചു, വെള്ളം ചാടി പുറപ്പെട്ടു. പുസ്തകത്തിൽ വായിക്കുന്ന തോടുകളും കവിഞ്ഞൊഴുകി. കൊരിന്ത്യത്തിൽ വായിക്കുമ്പോൾ അവരെ അനുഗമിച്ച ആത്മീയ മാറയുന്നല്ലോ അവർ കുടിച്ചത്. അപ്പം വെള്ളത്തിന് പഞ്ഞമില്ല, അപ്പത്തിന് പഞ്ഞമില്ല. അപ്പം പല നിലയിൽ ഉണ്ടാക്കാം. അത് അവനവൻ്റെ കഴിവ് പോലെ. ഓരലിടിച്ചോ, കലത്തി പുഴുങ്ങിയോ, വായിച്ചേ സംഖ്യ 11:8. ദൈവമേ, ജനം നടന്ന് പെറുക്കി തിരികല്ലി പൊടിച്ചിട്ടോ, ഊരലിൽ ഇടിച്ചിട്ടോ, കലത്തി പുഴുങ്ങിയോ. അത് അവനവന്റെ പ്രാപ്തിയും സാഹചര്യവും പോലെ. ഇടിക്കാൻ ആരോഗ്യമുള്ളവര് ഇടിക്കണം. മാപ്പിള ഇടിക്കുന്ന കാര്യമല്ല പറഞ്ഞേ. ഇടിക്കാൻ ആരോഗ്യമുള്ളവര് ഇടിക്കണം, പൊടിക്കാൻ കഴിവുള്ളവര് പൊടിക്കണം. ഇത് രണ്ടും ഒക്കുന്നില്ല. കലത്തി പുഴുങ്ങി തിന്നുകയാണെങ്കിൽ എന്തായാലും കഴിച്ച് നല്ല പെരുത്തു. ജനം നടന്നു പെറുക്കി തിരികല്ലി പൊടിച്ചോ, ഉരുളിലിടിച്ചോ, കലത്തി പുഴുങ്ങിയോ അപ്പം ഉണ്ടാക്കും. ഇങ്ങനെ ആ ഭക്ഷണം. പിന്നെ പാളയത്തിൽ കാട അങ്ങോട്ട് വന്നു. ലിബിയാന്റെ തലകളെ തകർത്ത് മരുവാസികൾക്ക് ആഹാരം കൊടുത്തുന്ന. അത് വിവാദവാക്യങ്ങളായതുകൊണ്ട് വ്യാഖ്യാനിക്കുന്നില്ല. സ്തോത്രം, വിവാദവാക്യമായതുകൊണ്ട്. എന്തായാലും രാവിലെ അപ്പം, വൈകുന്നേരം ഇറച്ചി, അടിക്കപ്പെട്ട പാറയുന്ന ശുദ്ധവെള്ളം. സ്തോത്രം. അപ്പൊ ഇത് വെള്ളത്തിനും പഞ്ഞമില്ല, ഭക്ഷണത്തിനും പഞ്ഞമില്ല, ചൂടടിക്കുന്നുമില്ല. മേഘസ്തംഭം. കറണ്ട് ബില്ലും അടയ്ക്കുന്നില്ല, കാരണം അഗ്നിസ്തംഭം. കാലൊട്ട് വീങ്ങുന്നുമില്ല, ദേഹബലം ക്ഷയിക്കുന്നുമില്ല. അപ്പൊ പിന്നെ സ്വാഭാവികമാ കുത്തലുണ്ടാകും. അതുകൊണ്ടാണ് ഇവന്മാര് ഈ പ്രമാണം തെറ്റി ശബത്തിൽ വിറക് പെറുക്കാൻ പോയത്. സ്തോത്രം. കർക്കശമായ ഉപദേശം ദൈവം കൊടുത്ത് ശബത്തിനെ ആചരിച്ച് ശുദ്ധീകരിക്കണം, ഒരു വേലയും ചെയ്യരുത്. അന്ന് വിറക് പെറുക്കാൻ പോയി. അല്ലല്ല, സംഖ്യാപുസ്തകം 32 മുതല് 15. ഒരുത്തൻ വിറക് പെറുക്കാൻ. അപ്പൊ ഇവൻ വിറക് പെറുക്കാൻ പോയി, വേറൊരുത്തൻ അത് കണ്ടു. യവൻ വിറക് പെറുക്കുന്നത് എങ്ങനുണ്ട്? അന്നും ഉണ്ടായിരുന്നു ഈ ഒറ്റിക്കൊടുക്കുന്നവന്മാരും പാര വെക്കുന്നവന്മാരും തോർപ്പുടക്കാരും. അല്ല, ഇവൻ വിറക് പെറുക്കാൻ പോയപ്പോ ന്യായമായിട്ടൊരു അഭിപ്രായം പറയാം കേട്ടോ. ചെന്ന് പറയണ്ടേ, ബ്രദറെ ഇത് യോഗ്യമല്ല, മോശമായി ചെയ്യ, വിറക് പെറുക്കരുത്, നിർത്ത്, എടുത്ത വിറക് അവിടെ ഇട്, നമുക്ക് വേണ്ട, ഇനി ആവർത്തിക്കരുത് എന്നല്ലേ നമുക്ക് പ്രാർത്ഥനയ്ക്ക് അവിടെ ബാ, അങ്ങനല്ലേ പറയണ്ടേ. അവൻ മറ്റവനെ ഒതുക്കാൻ വേണ്ടി
നേരെ മോശമായിട്ടൊക്കെ കൊണ്ടുവന്നു. അങ്ങനെയുള്ള ചില വിശ്വാസികളുണ്ട്. മറ്റൊരു വിശ്വാസിയുടെ കുറ്റം ചെന്ന് പാസ്റ്ററോട് പറയും, പാസ്റ്ററുടെ പ്രീതി കിട്ടാനാ. ചിലർ സെൻട്രൽ പാസ്റ്ററോടും ചെന്ന് പറയും. ചിലർ സഭയുടെ പ്രസിഡന്റ് വന്നാൽ അച്ചായനെ ഉദ്ദേശിച്ചല്ല, മൊത്തം സഭയുടെ കാര്യമാണ്. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ പാസ്റ്റർക്ക് അവനെ അറിയത്തില്ല, അവനാരാന്നറിയാം, പറയും. അത് പാടില്ല. ഞങ്ങളുടെ സഭയിൽ അവിടെ തിരുവല്ലായി പറഞ്ഞിട്ടുണ്ട്, ഒരു വിശ്വാസിയുടെ കുറ്റം എൻ്റെ അടുക്ക് വന്ന് പറയരുത്, പറഞ്ഞ നിന്റെ പേര് സഹിതം ഞാൻ പറയും ഇന്നയാള് പറഞ്ഞെന്ന്. അത് ഞാൻ പറയുകയും ചെയ്യും. അതുകൊണ്ട് ഒരു കേസും എൻ്റെ അടുക്ക് വരുന്നില്ല, ഞാൻ പറയുകയും ചെയ്യും. ഇന്നും രാവിലെ ഞാൻ ഒരാളോട് പറഞ്ഞു, ഇന്ന വിഷയം ഇന്നയാളോട് ചോദിക്കുമ്പം ഞാനൂടെ നിൽക്കുമ്പോഴേ ചോദിക്കാവുള്ളൂ, അല്ലെ അവൻ ഏക്കുകയല്ല, കേൾക്കത്തില്ല. ഒറ്റയ്ക്കൊരു ചോദിച്ചാൽ ഞാനൂടെ നിൽക്കുമ്പോഴേ അങ്ങനെ ചോദിക്കണം. കൂട്ടുസഹോദരിയുടെ കുറ്റം മദറിനോട് ചെന്ന് പറയരുത്. ചിലപ്പോൾ മദർ ഒരു ഗ്ലാസ് ആയ കൂടുതൽ തരുമായിരിക്കും, ഞമ്മ ഇന്നൂടെ കുടിച്ചു പോകാൻ പറയും. എല്ലാവരും അങ്ങനെയാന്നല്ല പറഞ്ഞത്. പാസ്റ്റർമാരോടും പറയരുത്. സ്തോത്രം. ഗലാത്യർ 6:1 എന്നെ നോക്കിയിരിക്കാതെ. സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും പോയാൽ നിങ്ങളുടെ കൂടെ ആരാധിക്കുന്ന, കൂട്ടായ്മ ആചരിക്കുന്ന ഒരു വിശ്വാസി ആകട്ടെ, സഹോദരി ആകട്ടെ, വല്ല തെറ്റിലും അകപ്പെട്ട് പോയാൽ, പോകരുത്, അഥവാ പോയാൽ, അതിന് ബൈബിളിൽ കൊടുത്തിരിക്കുന്ന ഒരു പ്രയോഗം അബദ്ധവശാൽ. അങ്ങനെ ബിബ്ലിക്കലായിട്ടുള്ള പ്രയോഗമാണ്, ഭാഷയാണ് നല്ലത്. അബദ്ധവശാൽ. ഒരു 9:30 കഴിഞ്ഞ് വിളിക്കാൻ പറ മാമേ, യോഗത്തിന് പറഞ്ഞു. അല്ലേ പിന്നെയും കോള് വരുവേ. ഓഫാക്കി. മിടുക്കി. നിങ്ങൾ വെളിയിലിരിക്കുന്നവർ അകത്തോട്ടിരിക്കുന്നോ? കസേരയായിട്ട് ഇവിടെ സ്ഥലമുണ്ട്, ഇരിക്കുന്നോ? ബാ, ഏതായാലും ഇവിടം വരെ വന്നതല്ലയോ, ബാ. കസാരയും കൂടെ എടുത്തോ. മക്കളെ ഇച്ചിരൂടെ നിങ്ങൾ സഹോദരന്മാർ കയറിയിരിക്കുകയാണെങ്കിൽ അവരുടെ കൂടെ ഇരിക്കാം. മോനെ ഇനി കയറുവാ മോനെ, കസാരയായിട്ട് ഒന്നും ചെയ്യത്തില്ല, ഇനി കയറിപ്പോയി, ഞാൻ വചനം പറയത്തേ ഉള്ളൂ. അപ്പച്ചൻ ഇങ്ങോട്ട് കയറി വരുന്നോ? ഞാൻ അവിടെ ഇരിക്കുന്നോളൂ. മതി, കേൾക്കാമോ ഞാൻ പറയാൻ? അത് മതി. അപ്പൊ ശ്രദ്ധിക്കുക സഹോദരന്മാരെ, ഒരു മനുഷ്യ തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ, തെറ്റരുത്, അഥവാ അകപ്പെട്ടു പോയാൽ. കാരണം നമ്മള് ഒരു വല്ലാത്ത കാലത്തും ലോകത്തിലുമൊക്കെയാണ് ജീവിക്കുന്നത്. മനുഷ്യനല്ലേ, വാക്കിൽ, പ്രവൃത്തിയിൽ, ചിന്തയിൽ, നിരൂപണങ്ങളിൽ, നോട്ടത്തിൽ, ഇടപാടിൽ, കൊടുക്ക വാങ്ങലുകളിൽ ഒക്കെ അപാകതകൾ വരാം. മനുഷ്യരാ. ഈ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് ഇതുവരെ നടന്നിട്ടില്ല. ഈ ഭൂമിയുടെ വീണ്ടെടുപ്പും ഇതുവരെ നടന്നിട്ടില്ല. ഇസ്രായേലിന്റെ വീണ്ടെടുപ്പും ഇതുവരെ നടന്നിട്ടില്ല. എന്നാൽ നമ്മോട് ബന്ധപ്പെട്ട് പഠിച്ചാൽ ആത്മാവിന്റെ വീണ്ടെടുപ്പേ നടന്നിട്ടുള്ളൂ. അത് രക്ഷിക്കപ്പെട്ടപ്പോൾ ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം. അപ്പോൾ അതുകൊണ്ട് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. എന്നും അങ്ങ് തെറ്റുകയും ചെയ്യരുത്. ഇന്നലെയും തെറ്റി, മെനഞ്ഞാന്നും തെറ്റി, 4-ാം നാളും തെറ്റി, ഇന്ന് ഉച്ചയ്ക്കും തെറ്റി, അത് കുഴപ്പമില്ല. സ്തോത്രം. ദാവീദിനെ പറ്റി എഴുതിയിരിക്കുന്ന ഒരു പ്രയോഗം ബോധിച്ച പുരുഷൻ എന്നാ. എന്നിട്ട് തന്നെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ഊരിയാവിന്റെ വിഷയത്തിൽ മാത്രമേ തെറ്റിയുള്ളൂ. അത് പുള്ളി ഏറ്റു പറഞ്ഞ് അനുദപിച്ചു, ശിക്ഷ ദൈവം കൊടുത്തു.
അത് സന്തോഷത്തോടെ സ്വീകരിച്ചു. ദാവീദ് എല്ലാ ആഴ്ചയിലും തെറ്റുന്നില്ലായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പൊ ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ട് പോയാൽ ഈ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടന്നിട്ടില്ലോ. ഇത് ജഡമയമല്ലേ, പഞ്ചേന്ദ്രിയങ്ങളാൽ നിർമ്മിതമാണ്. ഈ ഷഡ്വൈരിയുടെ വിളയാട്ടം ഈ ശരീരത്തിലുണ്ടെന്നാണ്. ഷഡ്വൈരി കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, ഇതിന്റെ വിളയാട്ടം ഉണ്ടെന്നാ. ദൈവമക്കൾ അതിനെ ജയിക്കണം. എങ്ങനെ? സ്വയശക്തി കൊണ്ടൊക്കത്തില്ല. ആദരണീയ കർത്തദാസൻ സൂചന തന്നു മുമ്പേ ആത്മശക്തി കൊണ്ടേ ഒക്കൂ. കായബലം കൊണ്ട് ജയിക്കാനൊക്കത്തില്ല, ആത്മബലം കൊണ്ടേ ഒക്കൂ. പ്രൈസ് ദി ലോർഡ്. സ്വന്തം നിനക്കിനി ഞാൻ യേശുദേവാ, സ്വന്തം നിനക്കിനി ഞാൻ പാപബന്ധം നീക്കെന്നിൽ നിന്നൻ പ്രിയനാഥ, പാപബന്ധം നീക്കെന്നിൽ നിന്നൻ പ്രിയനാഥ, സ്വന്തം നിനക്കിനി ഞാൻ യേശുദേവാ, സ്വന്തം നിനക്കിനി ഞാൻ പാപബന്ധം നീക്കെന്നിൽ നിന്നൻ പ്രിയ സന്തോഷമെന്നു പേയിൻ വഴി നടന്നേ, സന്തോഷം എന്നു പേയിൻ വഴി നടന്നേ, അതു ജതിവം നുണർന്നു നിന്നോ അടുത്തു വന്നേ, അതു ജതിവം നുണർന്നു നിന്നോടു. അപ്പൊ ശ്രദ്ധിക്കുക, കായബലം കൊണ്ടൊക്കത്തില്ല, പൊളിറ്റിക്കൽ ബലം കൊണ്ട് ഒക്കത്തില്ല, സാമുദായിക ബലം കൊണ്ടൊക്കത്തില്ല, ആത്മശക്തി കൊണ്ടേ ഒക്കും. അപ്പൊ ഒന്ന്, ഇത് തെറ്റിപ്പോകരുത്. അഥവാ അബദ്ധത്തിൽ ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ട് പോയാൽ. അടുത്തത്, ആത്മീകരായ നിങ്ങളെ, അങ്ങനെയുള്ളവനെ, ശ്രദ്ധിച്ച് കേൾക്കണേ, ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ, ഏതാ? തെറ്റിപ്പോയവനെ സൗമ്യതയുടെ ആത്മാവിനാൽ പ്രമാണം അതാ. അപ്പൊ തെറ്റിപ്പോകരുത്. അഥവാ അബദ്ധത്തിൽ തെറ്റിയാൽ ആ തെറ്റിയവനെ, തെറ്റ് ചെയ്തവനെ ഗുണദോഷിക്കാൻ പോകേണ്ടതാരാ? മിണ്ടുന്നില്ലല്ലോ ആരും. ഒന്ന് തെറ്റിയവനെ മടക്കി വരുത്താൻ പോകുന്നത് 9 തെറ്റിയവനും ഇപ്പോഴും തെറ്റിക്കൊണ്ടിരിക്കുന്നവനുമാണ്. ചെല്ലുന്നിടത്തല്ല തെറ്റി വീഴുക. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, ഇപ്പം മനസ്സിലാകുകയല്ല. അപ്പൊ യഥാസ്ഥാനപ്പെടുത്താൻ പോകേണ്ടവൻ ആത്മീയനാ. ഇത് പലയിടത്തും യഥാസ്ഥാനപ്പെടുത്താൻ വരുന്നവനെല്ലാം ജഡീകന്മാരുവാ. സ്തോത്രം ആട്ടെ.
ആ വാക്യത്തിൽ അധികം നിൽക്കുന്നില്ല. കാരണം നിങ്ങളുടെ മുഖത്ത് ഒരു മ്ലാനത ദർശിക്കുന്നു. അപ്പോൾ ഒരുവൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയാൽ ആത്മീകനാകുന്ന നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിനാൽ യഥാസ്ഥാനപ്പെടുന്നു. അടുത്ത വാക്യം ഇതെല്ലാം ചെയ്തു വെച്ച അവസാനം നീ കുഴയരുത്. പണ്ട് ഞങ്ങളുടെ ഒരപ്പച്ചൻ പുള്ളി ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്നയാളാ. അപ്പം സുവിശേഷ വേലക്കാരോട് ബന്ധപ്പെട്ട് പുള്ളി പ്രസംഗിച്ചപ്പോൾ ഒരിക്കൽ പറഞ്ഞു, മീൻ പിടിക്കാൻ പോകുന്ന കൊള്ളാം, മീൻ പിടിക്കരുത്. പുള്ളി ദ്വയാർത്ഥത്തിലാ പറഞ്ഞ്, മീൻ പിടിക്കാൻ പോകുന്ന കൊള്ളാം, മീൻ പിടിക്കരുതെന്ന് പറഞ്ഞു. മനസ്സിലായല്ലോ? മീൻ പിടിക്കാൻ പോകുന്ന കൊള്ളാം, മീൻ നിന്നെ പിടിച്ചോണ്ട് പോകരുതെന്ന്. യഥാസ്ഥാനപ്പെടുത്താൻ പോകുന്ന ഒക്കെ കൊള്ളാം, അവൻ യഥാസ്ഥാനപ്പെടും, അവസാനം നിന്നെ യഥാസ്ഥാനപ്പെടുത്താനായിട്ട് അവൻ വീണ്ടും തിരിച്ച് ഗതികേട് ഒപ്പിക്കരുത്. അതായി പറഞ്ഞതിന്റെ അർത്ഥം. ആട്ടെ, ഇവര് ദൈവപ്രമാണം ലംഘിച്ച് ശബത്തിൽ ഒരുത്തൻ വിറക് പെറുക്കാൻ പോയി. ഈ ശബത്തിലായി ഇവന്മാരുടെ പരിപാടി മിക്കതും. അതവിടെ നിക്ക ചെയ്ത് വേറൊരു വാക്യം വായിച്ചേ. നെഹമ്യാവിന്റെ പുസ്തകം 13-ാം അധ്യായത്തിന്റെ 15 മുതൽ വായിച്ചേ. നെഹമ്യാവ് 13-ന്റെ 15 മുതൽ. പ്രവാസം കഴിഞ്ഞ് വന്നെങ്കിലും പരിപാടി ഇതൊക്കെ തന്നെ. അക്കാലത്ത് യഹൂദയിൽ ചിലര് ആണോ ഒരു വേലയും ചെയ്യരുതെന്ന് പറഞ്ഞപ്പോ അന്ന് ആ ചവിട്ട് മുഴുവൻ നടക്കുന്നത്. എങ്ങനെയുണ്ട്? മുന്തിരിച്ചക്ക ചവിട്ടുന്നതും അന്നാ കറ്റക്കെട്ട് കൊണ്ടുവരുന്നത്. ഒരു വേലയും ചെയ്യരുതെന്നാ അന്ന് മുന്തിരിച്ചക്ക ചവിട്ടുന്ന, കറ്റ കെട്ടിക്കൊണ്ട് വരുന്നു, പിന്നെ കഴുതപ്പുറത്ത് ചുമട് കയറ്റുകയും പിന്നെ ഇറക്കണമല്ലോ. പിന്നെ ബീഞ്ഞ്, മുന്തിരിപ്പഴം, അത്തിപ്പഴം മുതലായ എങ്ങനുണ്ട്? ഒരു വേലയും ചെയ്യരുതെന്ന് പറഞ്ഞപ്പം മുഴുവൻ വേല അന്നാ ചെയ്യുന്നത്. പിന്നെ അടുത്തത് അന്ന് ബിസിനസ് മുഴുവൻ അന്നാ. പിന്നെ അവരോട് പ്രബോധിപ്പിച്ച്, ഇതൊന്നും പാടില്ല, നമുക്ക് പ്രമാണം പുറപ്പാട് 20-ന്റെ കെട്ടിക്കിടപ്പുണ്ടെന്നൊക്കെ ആര് കേൾക്കാനാ? ഏതപ്പാ ഗോതമംഗലം. ചിലരോട് പറഞ്ഞാൽ മനസ്സിലാകാം. ഞങ്ങളുടെ വല്യമ്മച്ച് പറയും, എടാ എരുമയുടെ പൃഷ്ഠഭാഗത്ത് അമരകോശം വായിച്ചിട്ട് കാര്യമൊന്നുമില്ലെന്ന്. അമരകോശം വലിയ ബുദ്ധിമുട്ടാ, ചൊല്ലാൻ തന്നെ ബുദ്ധിമുട്ടാ. അത് എരുമയുടെ പൃഷ്ഠഭാഗത്ത് വായിച്ചാൽ എന്തോ ഗുണമുണ്ടെന്ന് ചോദിക്കും. പുള്ളിക്കാരി അരിശമൊക്കെ വരുമ്പോ പറയാനുണ്ടാ. ഇവരെ പ്രബോധിപ്പിച്ചു, ഗുണമൊന്നുമില്ല. അടുത്തത് ആണോ? അപ്പൊ ഈ ശബത്ത് നാളിൽ മുഴുവൻ ബിസിനസ് വന്ന ഇത് പ്രവാസകാലം ശേഷമാ. അതിന് മുമ്പുള്ള കാര്യമാ. സംഖ്യാപുസ്തകത്തിൽ വിറക് പെറുക്കാൻ പോയി. ചുരുക്കി പറഞ്ഞാൽ ഇവര് ദൈവപ്രമാണം ലംഘിച്ച് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വഴികളിൽ കൂടി പോയപ്പോൾ ദൈവം ഇവരെ ശിക്ഷിച്ചു. അങ്ങനെ ശിക്ഷിച്ച് ഇവരെ ശത്രുവിന്റെ കയ്യിൽ ദൈവം കൊടുത്തു. അതിന് തെളിവാന്നല്ലോ യാബീന് വിറ്റ ചരിത്രം. അപ്പൊ ശത്രുക്കൾ ഇവരെ വിലക്ക് മേടിച്ച് ശിക്ഷിച്ച് ഇവരെ ഓരോ പ്രത്യേക സ്ഥലത്താക്കും. അതാ പ്രവാസം. യഹൂദജനത്തെ ദൈവം 2 ഘട്ടമായിട്ട് 2 ശക്തി കടയിൽ ഏൽപ്പിച്ചു. നിങ്ങൾക്കറിയാം, ചരിത്രം പഠിച്ചിട്ടുള്ളവർക്കറിയാം. BC 521 അശൂറിൽ നിന്ന് ശൽമനേസർ വന്ന് ഇവരെ അശൂരിലോട്ട് കൊണ്ടുപോയി കുറെ പേരെ. BC 606 ബാബിലോണിൽ നിന്ന് നെബൂഖദ്നേസർ വന്ന് യഹൂദജനത്തെ ബാബേലിലോട്ടും കൊണ്ടുപോയി. സ്തോത്രം. സിംഹപ്രതാപിയാം ബാബിലോൺ രാജൻ സാമ്രാജ്യമൂർത്തി തൻ പൊൻചിതയോൻ BC 606 സ്വരാജ്യം സ്ഥാപിച്ചു തന്നിച്ച പോലെ നടത്തിന 5-ാം രാജിതം ഉണ്ടാമേ. 5-ാം രാജിതം ഉണ്ടാമേ. തുഞ്ചിടാതെ കേൾക്കിൽ നിന്നു നെഞ്ചിലാനന്ദം വളർത്തും. തുഞ്ചിടാതെ കേൾക്കിൽ നിന്ന് നെഞ്ചിലാനന്ദം വളർത്തും. 5-ാം രാജിതം
ഉണ്ടാമേ. പരവാഞ്ചാം രാജിതം ഉണ്ടാമേ. സിംഹപ്രതാപിയാം ബാബിലോൺ രാജൽ സാമ്രാജ്യമൂർത്തി താൻ കോൺചിതസായോ BC 606 സ്വരാജ്യം സ്ഥാപിച്ചു തന്നിച്ച പോലെ നടത്തിന അഞ്ചാം രാജിതം ഉണ്ടാമേ. പരവഞ്ചാം രാജിതം തുഞ്ചിടാതെ കേൾക്കിൽ നിന്നും നെഞ്ചിലാനന്ദം വളർത്തും. തുഞ്ചിടാതെ കേൾക്കിൽ നിന്നും നെഞ്ചിലാനന്ദം വളർത്തും. അഞ്ചാം രാജിതം ഉണ്ടാമേ. പരവഞ്ചാം രാജിതം ഉണ്ടാമേ. അപ്പോൾ BC 606 നെബൂഖദ്നേസർ രാജാവ് യെരൂശലേമിലേക്ക് വന്നു. ഇവൻ വന്ന് സിദക്കിയാവിനെ പിടിച്ച് കണ്ണുമൊക്കെ കുത്തിപ്പൊട്ടിച്ചത് വേദപുസ്തകം പഠിക്കുന്നവർക്ക് ദിനവൃത്താന്തത്തിൽ കിടപ്പുണ്ട്. ഇവരെ ബാബേലിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 24-ന്റെ 12 മുതലുള്ള വാക്യം വായിച്ചേ. ഇനി അതിന്റെ 24-ന്റെ 10 മുതലൊന്ന് വായിച്ചേ സഹോദരി. അപ്പൊ ഇനി രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 24-ാം അധ്യായത്തിന്റെ 14 മുതൽ വായിച്ചാട്ടെ. ഇവൻ വന്നു ആൾക്കാരെ കൊണ്ടുപോയ ചരിത്രം. എല്ലാ യെരൂശലേമിലെയും സകല പ്രഭുക്കന്മാരും സകല പരാക്രമശാലികളുമായി 10,000 പേരെയും എല്ലാ ആശാരിമാരെയും കൊല്ലന്മാരെയും ബദ്ധരാക്കി കൊണ്ടുപോയി. അപ്പോൾ നെബൂഖദ്നേസർ രാജാവ് യെരൂശലേമിൽ നിന്ന് കൊണ്ടുപോയ ആൾക്കാരുടെ ലിസ്റ്റാ. എല്ലാവരെയും ഒന്നും കൊണ്ടുപോയില്ല. ഞാൻ എപ്പോഴും പ്രസംഗിക്കും പറയും, ഈ ഷാഷിന് പോലും വേണ്ടാത്ത ആൾക്കാരുണ്ട്. നമ്മള് ഷാഹിനോട് പറയാ ഇയാളെ കൊണ്ടുപോക്കുക. എനിക്കെങ്കിലും വേണ്ട, ഞാൻ കൊണ്ടുപോയിട്ട് എന്നാ എടുക്കാനാ? കൈയടിക്കുകയില്ല, പാടുകയില്ല, പ്രാർത്ഥിക്കുകയില്ല, സ്തോത്രം പറയുകയില്ല, സ്തോത്രകാഴ്ച ഇടുകയില്ല, ദൈവത്തെ മഹത്വപ്പെടുത്തുകയില്ല. പിന്നെ ഞാനും പറയും ഇവനെ കൊണ്ടുപോയിട്ടും വലിയ ചുമ്മാ ഇരുന്ന് കുത്തിയിരുന്ന് ഉറങ്ങുക, എന്നെ കൊണ്ടുപോയിട്ടൊന്നും കാര്യമില്ല. എല്ലാവരെയും ഒന്നും വേണ്ട. അവിടെ വായിക്കുന്നത് എല്ലാ യെരൂശലേം സെലക്ട് ചെയ്താ കൊണ്ടുപോയത്. ഇവൻ ബാബേലിൽ വന്ന എല്ലാ യെരൂശലേമിലെയും സകല പ്രഭുക്കന്മാരും പരാക്രമശാലികളുമായ 10,000 പേരെയും എല്ലാ ആശാരിമാരെയും എല്ലാ കൊല്ലന്മാരെയും അവൻ ബദ്ധരാക്കി ബാബേലിൽ കൊണ്ടുപോയി. കൊണ്ടുപോകാൻ ആൾക്കാരുണ്ട്. അടുത്തത് അവരെ വേണ്ടെന്ന് പറഞ്ഞു. ഷാശാന്തയിലും മനസ്സിലായി ഇതിനെയൊന്നും കൊണ്ടുപോയിട്ടും വലിയ കാര്യം, ആയുധങ്ങളെല്ലാം അവിടെ ഇട്ടു. ഇങ്ങനെ ഇവൻ ബാബേലിലോട്ട് കൊണ്ടുപോയി. അങ്ങനെ ബാബേലിൽ കൊണ്ടുചെന്നപ്പോൾ ഈ കുലീന കുടുംബത്തിൽപ്പെട്ട രാജസന്തതിയിൽപ്പെട്ട ചില വ്യക്തികളെ സെലക്ട് ചെയ്ത് കൊട്ടാരത്തിലെ ഉദ്യോഗത്തിനാക്കി. ഇനി ദാനിയേൽ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ ഒന്ന് വായിച്ചു സഹായിച്ചാട്ടെ. ദൈവം ഏൽപ്പിച്ചതാ. അതാ ഞാൻ പറഞ്ഞ ദൈവം ഇവരെ ശിക്ഷിച്ച് ശത്രുവിന്റെ കയ്യിൽ കൊടുക്കും. പിശാച് കൊടുത്തതല്ല, പിന്നെയോ ദൈവം കൊടുത്തതാ. കാരണം ഇവര് ദൈവപ്രമാണത്തിൽ നിൽക്കുന്നില്ല. അതുകൊണ്ട് ദൈവം ഇതിന് ശിക്ഷ കൊടുക്കുക. യഹോവയായി ദൈവം ഇവരെ ശത്രുവിന്റെ കയ്യിൽ കൊടുത്തു. അതെ, ഞാൻ ഇനിയും വിവരിക്കുന്നില്ല. അങ്ങനെ വിവരിച്ചു പോയാൽ ചരിത്രഭാഗത്ത് തന്നെ നിന്ന് പറയേണ്ടി വരും. എടുത്ത വാക്യത്തോട് കൂറ് പുലർത്താൻ ഒക്കത്തില്ല.
1-ാം അധ്യായത്തിൽ ഇങ്ങനെ പ്രവാസികളായി പിടിച്ചുകൊണ്ട് പോയ കുലീന സന്തതികളിൽപ്പെട്ട ചിലരെ രാജാവിന് പ്രധാന ശുശ്രൂഷ ചെയ്യുവാൻ തെരഞ്ഞെടുക്കുക. ആ കൂട്ടത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ദാനിയേൽ. 1-ാം അധ്യായത്തിൽ ദാനിയേല്, പിന്നെ സഹോദരന്മാര്, സ്നേഹിതന്മാര് 2-3 പേര്, അവരെയൊക്കെ തെരഞ്ഞെടുത്ത വിഷയമാണ്. പേരുമൊക്കെ മാറ്റി. ആ ഭാഗത്തേക്ക് പേര് മാറ്റിയോ എന്ന് ഇപ്പൊ പറയുന്നില്ല. പേര് മാറ്റുന്നത് ചില സന്ദർഭങ്ങളിൽ നല്ലതാണ്. 1-ാം അധ്യായത്തിൽ അങ്ങനെ ഇവരെ തെരഞ്ഞെടുത്ത് പേര് മാറ്റുന്നു. 2-ാം അധ്യായത്തിൽ ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നെബൂഖദ്നേസർ രാജാവിന്റെ സ്വപ്നം, രാജാവ് രാത്രി ഒരു സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ടിട്ട് പുള്ളിക്ക് വെപ്രാളമായിപ്പോയി. ഇതെന്നാ എന്തുവാന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. മന്ത്രവാദികളെ, ജഗരവാദികളെ മുഴുവൻ വിളിച്ചു വരച്ച് പറഞ്ഞു, ഞാൻ കണ്ട സ്വപ്നവും അർത്ഥവും പറയണം. അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഒക്കത്തില്ലെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ നിന്റെ എല്ലാം ശുശ്രൂഷ ഇതോടെ നിർത്തുക. കുറെ വർഷങ്ങളായിട്ട് നീ എല്ലാം കൊട്ടാര കടന്ന് വിടുതല, ശുശ്രൂഷയാ, വിക്ടറി, കാൽവറി എന്നും പറഞ്ഞ് കടന്ന് ചാടുക. ഇതിന് മറുപടി പറഞ്ഞില്ല, എല്ലാത്തിനും ശരിയാക്കുമെന്ന് പറഞ്ഞു. എന്നെല്ലാം കുഴിച്ച് മൂടുമെന്ന് പറഞ്ഞു. ഇപ്പൊ വിടുതല, ഇന്ന് രാത്രി വിടുതല, നാളെ ഒരു വിടുതല എന്ന് പറഞ്ഞ് എല്ലാം ഇവിടെ കിടന്ന് അലറിയേച്ചേ. ഞാൻ കണ്ട സ്വപ്നം ചുമ്മാ ചാപ്പാടും കഴിച്ച് ഇവിടെ കിടക്കുക, എൻ്റെ കാശ് കളഞ്ഞതല്ലാതെ. അപ്പൊ അതുകൊണ്ട് രണ്ടിലൊന്നിന്ന് അറിയണം. ശുശ്രൂഷ ഉണ്ടെങ്കിൽ ഇപ്പം വെളിപ്പെടും. ഞാൻ കണ്ട സ്വപ്നം അർത്ഥം ആരുമില്ല, കുഴഞ്ഞു, പ്രാണമായി. അന്നാലും ദാനിയേലിനെ കൊണ്ടുവന്നു. ദാനിയേലിനെ കൊണ്ടുവന്നപ്പോൾ മനസ്സിലായി ആള് കൃപയുള്ളവനാ. കാരണം ഈ ടെസ്റ്റിങ്ങിലെ വിജയം പ്രാപിച്ചതാണല്ലോ 1-ാം അധ്യായത്തിൽ. പച്ചവെള്ളവും ശാഖപദാർത്ഥവും കഴിച്ചപ്പോഴേ മറ്റുള്ളവരെക്കാളും വിശേഷനായി വിളങ്ങി മുഖമൊക്കെ തെളിഞ്ഞപ്പോഴേ ലവന്മാർക്ക് പിടികിട്ടി ഇത് വേറെ കേസാണ്. അതുകൊണ്ടാണ് ദാനിയേലിനെ കൊണ്ടുവന്നു. ദാനിയേൽ പ്രാർത്ഥിച്ചേച്ച് രാജാവ് കണ്ട സ്വപ്നവും അതിൻ്റെ വ്യാഖ്യാനവും അങ്ങ് നടത്തി. അതാ 2-ാം അധ്യായത്തിൽ. രാജാവ് കണ്ട സ്വപ്നം നമുക്കറിയാം എന്തുവാ, നമ്മൾ കണ്ടറിയാൻ മേല, പിന്നെ അതിന് രാജാവ് കണ്ടത്. പക്ഷെ ഇന്നലെ ഏതാണ്ട് കണ്ടെന്നാന്ന് ഞാൻ, നിനക്ക് നെബൂഖദ്നേസറിന്റെ ആത്മാവാ. എന്തുവാ കണ്ടത്? അയാൾ എന്തേലും കാണട്ടെ, നമുക്ക് എന്നാ യോഗം നിർത്തണമല്ലേ. രാജാവ് കണ്ട സ്വപ്നം ഒരു വലിയ ബിംബമാ. തല തങ്കം കൊണ്ട്, നെഞ്ചും കയ്യും വെള്ളി കൊണ്ട്, വയറ് വരെയും താമ്രം കൊണ്ട്, തുട ഇരുമ്പ് കൊണ്ട്, കാലിന്റെ പാതി ഇരുമ്പും പാതി കളിമണ്ണും. അങ്ങനെ നിൽക്കുമ്പോൾ കൈ തൊടാത്തൊരു കല്ല് പറഞ്ഞു വന്ന് പാദത്തിലടിച്ചു, അത് തകർന്നു. ഇതാ കണ്ട സ്വപ്നം. തല തങ്കം കൊണ്ട്, അത് ബാബിലോൺ സാമ്രാജ്യം. നെഞ്ചും കയ്യും നിങ്ങൾ കണ്ട സ്വപ്നം ഒന്നും പറയണ്ട, പുസ്തകത്തിൽ എഴുതിയതങ്ങ് പറഞ്ഞാൽ മതി. വായിക്കേ. ഒരു ബിംബം. ബിംബത്തിന്റെ തല തങ്കം കൊണ്ട്, പിന്നെ നെഞ്ചും കയ്യും വെള്ളി, വയറു വരയും താമരം കൊണ്ട്, തുട ഇരുമ്പ് കൊണ്ട്, കാലിന്റെ പാതി ഇരുമ്പും. ഇതാണ് കണ്ട ബിംബം. ഇത് ദാനിയേൽ വ്യാഖ്യാനിക്കുന്നു. അത് ആ 2-ാം അധ്യായം. അതൊന്നും നമ്മുടെ വിഷയം അല്ലാത്തതുകൊണ്ട് അത് ഞാൻ പറയുന്നുമില്ല. തന്നെയല്ല, ഞാൻ പറഞ്ഞ ഒക്കത്തുമില്ല. അതിനെപ്പറ്റി നന്നായിട്ട് അപഗ്രഥിച്ച് പഠിച്ച് നന്നായിട്ട് ക്ലാസ് എടുക്കുന്നവരുണ്ട്. അവർ പറയുന്നത് കുറച്ചുകൂടെ നല്ലത്. പണ്ട് ഭാഷ നല്ലതല്ല, തെറ്റാ, എന്നാലും പറയാ, ഒരു നാടൻ ചൊല്ലുണ്ട്, അത്ര സഭ്യമല്ല, വയ്യാത്ത പട്ടി എന്തിനാ കയ്യാലെ കയറുന്നെന്ന്. നമുക്ക് അറിവുള്ള കാര്യത്തിൽ കൈവച്ചാൽ മതിയല്ലോ. എന്നാൽ നിങ്ങൾ നമ്മുടെ ഇടയിൽ പാടുന്ന പാട്ടുകളെ പറ്റി 1-2 ചോദിച്ചാൽ വേണം ഞാൻ 1-2 ഒക്കുന്നെങ്കിൽ മറുപടിയും പറയാൻ 2 പാട്ടും പാടാം. അറിയാത്ത കേസിൽ കയറി കൈവെക്കുന്നില്ല. അപ്പൊ ഇതിനെപ്പറ്റി നന്നായിട്ട് ക്ലാസ് എടുക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. അവരത് പറയട്ടെ. അതാണ് 2-ാം അധ്യായത്തിൽ ബിംബം. 3-ാം അധ്യായം രാജാവ് കണ്ട സ്വപ്നമാ. 3-ാം അധ്യായത്തിൽ ഒരു ബിംബം. വായിച്ചേ 3-1. പൊന്നുകൊണ്ടൊരു ബിംബം ഉണ്ടാക്കി. അതിന്റെ ഉയരം 60 മുഴവും വണ്ണം. പിന്നെ
ദൂരസമഭൂമിയിൽ നിർത്തി. ആ ആ ആ അപ്പൊ ശ്രദ്ധിക്കുക, നിങ്ങൾ ആ 3-ാം അധ്യായം പഠിക്കുമ്പോൾ ദൂരസമഭൂമിയിൽ നിർത്തിയ ബിംബം, തമ്പുരു, വീണ, മുരുകൻ, തപ്പ്, അങ്ങനെയുള്ള വാദ്യോപകരണങ്ങൾ കൂട്ടമായിട്ട് മുടക്കുമ്പോൾ ബാബേൽ സംസ്ഥാനത്തുള്ള മുഴുവൻ എണ്ണവും ബിംബത്തെ വണങ്ങിക്കോണം. പ്രമാണം. പക്ഷെ 3 പേര് പറഞ്ഞ് ഞങ്ങളെ കിട്ടുകയല്ല. അതെന്നാ ഞങ്ങളെ കിട്ടത്തില്ല? അതെന്നാ? ഞങ്ങൾക്ക് പ്രമാണം തന്നിരിക്കുക, ഒരു ബിംബത്തെ മണങ്ങരുത്, ഒരു വിഗ്രഹത്തെ ആരാധിക്കരുത്. അത് ഞങ്ങൾക്ക് തന്ന പ്രമാണമാണ്. ഒന്നിനെ, മനുഷ്യന്റെ ആകട്ടെ, മൃഗത്തിന്റെ ആകട്ടെ, പാമ്പിന്റെ ആകട്ടെ, പയ്യാനിയുടെ ആകട്ടെ, പക്ഷിയുടെ ആകട്ടെ, ഗരുഡന്റെ ആകട്ടെ, കുരുകിലിന്റെ ആകട്ടെ, കൊക്കിന്റെ ആകട്ടെ, കോഴി ആകട്ടെ, പൂച്ചയാകട്ടെ, എലിയാകട്ടെ, കടുവയാകട്ടെ, സിംഹമാകട്ടെ, അതൊക്കെ ഞങ്ങളെ കിട്ടുകയില്ലെന്ന് പറഞ്ഞു. അപ്പച്ചനെ വണങ്ങാനും കിട്ടുകയില്ല, അമ്മച്ചിയെ വണങ്ങാനും കിട്ടുകയില്ല, അമ്മാമ്മയെ വണങ്ങാനും കിട്ടുകയില്ല. ഞങ്ങൾ സത്യദൈവത്തെ മാത്രമാണ് ഭജിക്കുന്നത്. ഒന്നിന്റെ ഈ രൂപമാകട്ടെ, സാദൃശ്യമാകട്ടെ, സ്തംഭമാകട്ടെ, ബിംബമാകട്ടെ, ഒന്നും വണങ്ങരുത്. ഒരു രൂപവും ഓരോവിൽ സംസാരിച്ചപ്പോൾ രൂപമൊന്നും കണ്ടില്ലല്ലോ. ഇല്ലല്ലോ, പിന്നെ എന്നാ ഞങ്ങളെ കിട്ടുകയെന്ന് പറഞ്ഞു. കിട്ടത്തില്ല. 3 ബാലകന്മാർ. അപ്പോൾ പറഞ്ഞ അങ്ങനെ നെയ്യന്മാരെ ഇനിയും ഭൂമിക്ക് മേളിൽ വെച്ചേച്ച് കാര്യവുമില്ല, പിടിച്ചു കെട്ടി അഗ്നികുണ്ഡത്തിലോട്ട് ഇടുക. സ്തോത്രം, സ്തോത്രം. പക്ഷേ ഇട്ടവന്മാര് അങ്ങോട്ട് ചെല്ലുന്നതിന് മുന്നേ കത്തി ചാരമായി പൊടി പോലും കിട്ടിയില്ല. പക്ഷേ ഇവരുടെ ദേഹത്ത് തീയുടെ മണം പോലും വീശി. തന്നെയല്ല, രാജാവ് ഇട്ടേച്ച് നോക്കിയപ്പം 3 പേരെയാ നമ്മൾ ഇട്ടത്, 4 പേര് നടക്കുന്നുണ്ട്. സ്തോത്രം. ഒരുത്തന്റെ രൂപമാണ് ദൈവദൂതന്റെ. സ്തോത്രം. ഇതിനകത്ത് ഒരാത്മീക പാഠം. നീ തീച്ചൂളക്കകത്തൂടെ പോകുമ്പോൾ അവിടെ മാറി നിന്ന് കൈകൊട്ടി രസിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. ആ തീച്ചൂളക്കകത്തൂടെ പോകുമ്പോൾ നിന്റെ കൂടെ വരുന്ന ദൈവം. എന്നാലും അഗ്നിയിലെന്നെ വലിച്ചെറിഞ്ഞാലും സിംഹത്തിൻ ഗുക എനിക്ക് എന്നാലും അഗ്നിയിലെന്നെ വലിച്ചെറിഞ്ഞാലും ഉള്ളം എന്നോ പ്രതിസന്ധികളിൽ വീഴാതെ തീർത്തണമേ എന്നെ വീഴ ഉള്ള കലങ്ങു പ്രതിസന്ധികളിൽ ഉള്ള വീഴ്ത്തണമേ എന്നെ വീടാതെ വേണമേ. എനിക്കൊരു തുണ ഇതേ പ്രിയനെ, എനിക്കൊരു തുണ നീ. ഓ എനിക്കൊരു തുണ നീ. ആ ദുരിതം നിറയും മരുവിലെ അതാ ദുരിതം എനിക്കൊരു തുണ നീയേ. ആശ്രയിപ്പാൻ ഒരു ദേവിയുമില്ല, ആശ്വസിപ്പാൻ ഓരോ ഇടവുമില്ല. ആശ്രയിപ്പാൻ ഒരു ദേവിയോ ഇല്ല, ആശ്വസിപ്പാൻ ഒരു ഒന്നേ മാത്രം നിൻ ജീവ ഒന്നേ നിൻ
ദിനവും മണ്ണിലൻ ശ്വാസമായൊന്ന് എനിക്കൊരു തുണ നീയേ എനിക്കൊരു തുണ നീയേ പ്രിയനേ എനിക്കൊരു തുണ നീ ഓ എനിക്കൊരു തുണ നീ ദൈവിക വിടുതലനായി ദൈവത്തിന്റെ മഹത്വം അർത്തര ജലാധാര വൈഡപ്രബലബലബലബല യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ മഹത്വം അറക്കപ്പെട്ട ദൈവ കുഞ്ഞാടിന്റെ മഹത്വം ൂടബല ബലബല വീരബല വടബല വീരി വീരി വിഗബല ൂടബല ബലബ ധീരബല വടബല വീരി വീ കബല ദിബലബ ദുരബ ശൈലല ജനലല ൂടബല ബലബ ദീബല ബലബല അപ്പോൾ 3-ാം അധ്യായത്തിൽ ബിംബത്തെ വണങ്ങാതിരുന്ന ബാലകന്മാരെ യൗവനക്കാരെ തീച്ചൂളക്കകത്തൊട്ട്, പക്ഷേ 4-ാമതായി ഒരുവൻ കൂടെ നടന്നു, തീയുടെ മണം പോലും അടിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. അതെ, മുമ്പോട്ട് പോകാം. 4-ാം അധ്യായം, ദാനിയേൽ പ്രവചനം 4-ാം അധ്യായത്തിൽ നെബൂഖദ്നേസർ രാജാവ് സ്വപ്നം കാണുന്നു. അത് വീണ്ടും വ്യാഖ്യാനം നടത്തുക. അതിന് വ്യാഖ്യാനം എല്ലാം പറഞ്ഞു തിരുമേനിക്ക് ഒരു ചെറിയ അഹങ്കാരമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തിരുമേനിയെ പുല്ല് തീറ്റിക്കും. ഈ അഹങ്കാരമുള്ളവരെ എല്ലാം ദൈവം പുല്ല് തീറ്റിക്കും. അഹങ്കാരികളെ അങ്ങനെ അധിക നാള് മുഴുക്കാൻ ദൈവം അനുവദിക്കുകയല്ല. 4-ാം അധ്യായത്തിൽ അതാ, മനുഷ്യരാരും അഹങ്കരിക്കരുത്, ഒന്നും കണ്ട് അഹങ്കരിക്കരുത്. വലിയ വീട് വെച്ചെന്നോർത്ത് അഹങ്കരിക്കരുത്. ചെറിയ അനക്കം അടിയിൽ പപ്പടം പോലെ പൊടിയാനുള്ളതേ ഉള്ളൂ. അങ്ങനെയൊക്കെ സംഭവങ്ങൾ അറിയാമല്ലോ. സ്തോത്രം. ആരെയും തല്ലുന്ന പുള്ളിക്കാർ അവസാനം പരുവക്കാടായി മെഡിക്കൽ കോളേജിൽ അങ്ങേയറ്റം പറ്റി ആമ്പലിന്റെ വള്ളി പോലെല്ലായിട്ട് ഇങ്ങനെ കണ്ണു മിഴിച്ച് കിടക്കുന്നത് നമ്മൾ കണ്ടതാ. അഹങ്കരിക്കരുത്. സ്തോത്രം. എന്തിനാ അതെല്ലാം പറഞ്ഞത്? കോവിഡ് വന്നപ്പോൾ അഹങ്കരിച്ചവരെയെല്ലാം കണ്ടതല്ലേ. സ്തോത്രം. കുത്തി പിടിച്ചവരും മടക്കുണ്ടാക്കിയവരെല്ലാം പമ്മി ഇരുന്ന് നമ്മൾ കണ്ടതാ. ഞാൻ സന്ദർഭം വന്നുകൊണ്ട് പറയാം. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീട്ടിൽ ചെന്ന് പ്രാർത്ഥനയൊക്കെ നടത്തി പല കാര്യങ്ങൾ ഇങ്ങനെ ആത്മീക വിഷയങ്ങൾ സംസാരിച്ച കൂട്ടത്തിൽ ആ വീട്ടിലെ തള്ള ഒരു അല്പ അഹങ്കാരമുള്ള തള്ളയാ. അപ്പം നമ്മുടെ തീരദേശത്തുള്ള ദൈവമക്കളെ പറ്റി സംസാരിച്ചപ്പോൾ ഈ തള്ള ഒരു അഹങ്കാര വർത്താനം പറഞ്ഞു. ഞാൻ പറഞ്ഞ ഇന്നതാന്ന് പറഞ്ഞു. അവര് എല്ലാം രക്ഷിക്കപ്പെട്ട് ഈ മാർഗത്ത് നീ തള്ള എടുത്ത അവര് പറഞ്ഞതാ കേട്ടോ, ഞാൻ ഒപ്പിക്കുന്നതല്ല. റാന്നിക്കാരി തള്ള പറഞ്ഞതാ. ഓ, അതെല്ലാം മരക്കാന്മാരാന്ന് എന്നോട് പറഞ്ഞതാ. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയത്തില്ല, 2018 വെള്ളപ്പൊക്കം വന്ന് അങ്ങേയറ്റം പേറി ഈ പൊണ്ണിത്തള്ളയെല്ലാം വെള്ളം കുടിച്ച് യാകാതിരിക്കാൻ അവര് പറഞ്ഞ ആ ബഹുമാന്യരായ സഹോദരന്മാര് വള്ളത്തെ വന്ന് ഈ കള്ളിത്തള്ളയെ വരെ രക്ഷപ്പെടുത്തി. പിന്നെ ഇത് കൂടുതൽ അങ്ങനെ ഞാൻ പറയും. ഇത്രയും പറഞ്ഞു. ഇനിയും സ്റ്റാൻഡേർഡ് കുറയ്ക്കണോ? കുറയ്ക്കാം. പിന്നെ അവരാ പറഞ്ഞ അവര് മരക്കാന്മാരാണ്. അവസാനം വെള്ളം കുടിച്ച് തള്ള പരുവക്കാടാകുന്നിടത്ത്
ആ മാന്യ സഹോദരന്മാര് കൊല്ലത്തിൽ നിന്ന് വള്ളം കൊണ്ടുവന്ന്, ഒന്നുകൂടെ പറയാം, ഈ കള്ളിത്തള്ള വരെ വള്ളത്തെ കയറ്റി കരയെ കൊണ്ടിട്ടു. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ പൊട്ട് കളിക്കുകയാണോ അതോ മനസ്സിലാകാതിരിക്കുകയാണോ? അഹങ്കരിക്കരുത്. ചിലരെ പറയാൻ കേട്ടിട്ടുണ്ട്, ഞാൻ എൻ്റെ മെത്തേ കിടന്നാലേ എനിക്ക് ഉറക്കം വരുവുള്ളൂ. വെള്ളപ്പൊക്കം വന്നപ്പം അവിടെ ക്യാമ്പിൽ ബെഞ്ചേ പോയി കിടക്കുന്ന കണ്ട്. കണ്ടതാ. അമ്മാമ്മ ഇവനെ ചിക്കൻ ഇല്ലാതെ അവൻ അങ്ങനെ ഫുഡ് കഴിക്കുകയല്ല. വെള്ളപ്പൊക്കം വന്ന മണ്ണ് തട്ടിപ്പറിക്കുന്ന കണ്ട് ഒരെണ്ണം അകത്ത് കുത്തി കയറ്റി 2 കയ്യിരിക്കുക. മണ്ണ് ചിക്കനും വേണ്ടേ അതിനൊക്കെ? നമ്മൾ കണ്ടതല്ലേ. സ്തോത്രം, സ്തോത്രം. ആട്ടെ, ഞാൻ വിവരിക്കുന്നില്ല, എനിക്ക് സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല. അടുത്ത കാലത്ത് ഒത്തിരി ദൂരോട്ടൊന്നുമല്ല, ഒരു സ്ത്രീയെ, അതിനടുത്ത വീട്ടിൽ ഞാൻ പ്രാർത്ഥനയ്ക്കൊക്കെ പോകും. അപ്പൊ അവര് ചില കാര്യങ്ങൾ അറിയാം. അവരുടെ അടുക്കളയില് അവരെക്കാൾ കുറച്ചുകൂടെ, അതൊക്കെ പറയുന്ന മോശമാ, എങ്കിലും സന്ദർഭം വന്നുകൊണ്ട് പറഞ്ഞു നോക്കുവോളല്ലോ, ജാതിയിൽ അവരെക്കാൾ താഴ്ന്നവരെ അവരുടെ വീട്ടിൽ കയറ്റുകയല്ല. പണ്ടത്തെ കാലമല്ല, അടുത്ത കാലത്തെ കാര്യമാണ്. അപ്പൊ ഒരിക്കൽ ഞാൻ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, ഇത് അങ്ങോട്ടൊന്ന് കൊടുക്കാൻ പറഞ്ഞു. അപ്പം ഞാനത് കൊടുക്കാൻ ചെയ്യുമ്പം പുള്ളിക്കാർ പറഞ്ഞു, വേണ്ട, അന്വേഷിച്ച് കൊടുക്കണ്ട, അവർ വല്ലതും പറയുമെന്ന് പറഞ്ഞു. നമ്മൾ ഇച്ചിരി താന്നതാ. പിന്നെ വേറൊരാളെ കൊണ്ട് കൊടുപ്പിച്ചു. അവർക്ക് ഗുണമുള്ള കാര്യമാണ്. അവരുടെ വീട്ടിലെ എന്തെങ്കിലും പാത്രം കൊണ്ടുപോകുകയോ വെള്ളം കുടിക്കുകയോ ചെയ്താൽ അതാ അവിടെ കൊണ്ട് കമത്തി വെക്കണം. ആ പഴയ പോര് കിടക്കുക. സ്ഥലവും വീട്ടുപേരും ഇപ്പം ഞാൻ പറയുന്നില്ല, ഇത് മോശമല്ലയോ? ഒരിക്കൽ ആ വീട്ടിലെ സഹോദരിയും മറ്റേ സഹോദരിയും കൂടെ സംസാരിക്കുന്നത് ഞാൻ ആ മുറ്റത്ത് നിന്നപ്പോൾ ഇച്ചിരി ഉറക്കെ സംസാരിച്ചത് കൊണ്ട് ഞാൻ കേട്ടു. ഞാനിവരെ ഒന്നും എൻ്റെ അടുക്കളയിൽ കയറ്റുകയല്ല. വേറൊരു ഭാഷയാ പറഞ്ഞത്. ഇവരെ ഒന്നും എൻ്റെ അടുക്കള. അവസാനം കുടുംബത്തിന് നാശം വന്ന് അതപ്പതിച്ച് വസ്തുവും വീടും എല്ലാം വിറ്റ് വീട് പറ്റില്ല, വസ്തുവെല്ലാം വിറ്റ് ഇരുന്ന വീട് ഒരു സഹായത്തിന് ആരുമില്ല. അങ്ങേയറ്റം പറ്റി അകത്ത് കിടന്നപ്പം ഒരു ദിവസം ഇപ്പുറത്തെ ആ സഹോദരി കാണാൻ ചെന്നപ്പം പറഞ്ഞു, ആരേലും ഒരാളെ കിട്ടുമോ ഒന്ന് സഹായത്തിന്? അപ്പൊ അവര് പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാവരും ഒന്നും തൃപ്തിയല്ല. അയ്യോ അതെല്ലാം പോയി, ആരെ കിട്ടിയാലും ഉണ്ടോ? അന്നേരം ആ സഹോദരി പറഞ്ഞ്, ഇന്നടത്തെ ആ സഹോദരിയെ അയ്യോ പെട്ടെന്ന് കൊണ്ടുവാ. അവസാനം അവള് ചെന്ന് കഞ്ഞി വെച്ച് കൊടുത്ത് മാട്ടെന്ന് കുടിക്കുന്ന കണ്ടു. ഞാൻ ദൃഷ്ടാന്തമായിട്ട് പറഞ്ഞതാ, സ്ഥലമൊന്നും പറയത്തില്ല. അഹങ്കരിക്കരുത്. ഞാനും അഹങ്കരിക്കരുത്, നിങ്ങളും അഹങ്കരിക്കരുത്. നമ്മളെ കൊണ്ട് ഒന്നും നടക്കുകയില്ല. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം. ഒരു ദൃഷ്ടാന്തം കൂടെ എൻ്റെ അനുഭവത്തിൽപ്പെട്ടത് വേറെ ഒന്നുകൂടെ പറയാം. കാവാലത്തെ കാര്യം പറയാം. കാവാലംകാരൻ ആരെങ്കിലും ലൈവിലുണ്ടെങ്കിൽ അവരോട് അറിയട്ടെ. ഞങ്ങളുടെ നാട്ടിലെ പാർട്ടി സംബന്ധമായിട്ടൊക്കെ വലിയ പ്രശ്നമുള്ള കാലമുണ്ട്. ഇപ്പോഴല്ല, നേരത്തെ 2 വിഭാഗക്കാർ തമ്മിൽ. അപ്പോൾ വേറൊരു ഏരിയയിലുള്ള ഒരു നായർ തറവാട്ടിലെ ഒരു മനുഷ്യൻ പാർട്ടിക്കാരനാണ്. അദ്ദേഹത്തിന് അവിടെ ആ ഏരിയയിൽ നിക്കക്കള്ളിയില്ലാഞ്ഞിട്ട് ഞങ്ങളുടെയൊക്കെ ചെറിയ കുടിൽ വന്നാ താമസിച്ചത്. പഴയ കാലം വന്നാൽ ഒന്നും നടക്കത്തില്ല, കയറുകയല്ല, അയിത്തമല്ലേ. ഞങ്ങളുടെ കൊച്ചമ്മ മീൻ ചുട്ട് കൊടുത്തതും
പിള്ളയാ, പക്ഷേ പള്ളയ്ക്കൊന്നുമില്ല, കഴിക്കണ്ടേ വല്ലോ. ഞങ്ങളുടെ വീട്ടിൽ വന്ന് എൻ്റെ ഉപ്പാപ്പൻ്റെ ഭാര്യ മരിച്ചുപോയി. ചമ്മന്തി അരച്ചു കൊടുക്കുകയും അവിടെ കിടക്കുകയും കഞ്ഞി കോരി കുടിക്കുകയും. അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അഹങ്കരിക്കരുത്. മറ്റ് പാപങ്ങളൊക്കെ ദൈവം ക്ഷമിക്കും. പാപം ചെയ്യണമെന്നല്ലേ പറഞ്ഞ് ക്ഷമിക്കും, പൊറുക്കും, മാപ്പാക്കും. പക്ഷെ നിഗളം കയറിയാൽ, നിഗളികളോട് ദൈവം, അതുകൊണ്ട് ആ പുസ്തകത്തിൽ വാക്യം, നിഗളിച്ചിട്ട് പിശാചിന് വന്ന ഗതി വരരുത്. സ്തോത്രം. താഴ്മയോടിരിക്കണം. നമ്മളെ കൊണ്ട് ഒന്നും നടക്കത്തില്ല. മീശയൊക്കെ പിരിച്ച് നിൽക്കുന്ന നീ അവസാനം പാർലേസായി. പണ്ട് സഭയിൽ ഇങ്ങനെ മീശയൊക്കെ പിരിച്ചായിരുന്നല്ല. ഇപ്പൊ എന്നെ കൈ ഒന്ന് പൊക്കാവോ? നന്നായിട്ടൊന്ന് പൊക്കിക്ക്. ഇങ്ങനെ എന്നാ കൈ പൊക്കുന്നേ? അല്ല, ഈ കൈ കൊണ്ടല്ലേ പണ്ട് പാസ്റ്റർക്ക് നേരെ ചെന്നേ. പാസ്റ്റർക്ക് എന്നെ അറിയത്തില്ലെന്നും പറഞ്ഞ്. ഇപ്പൊ എന്നാ നിന്റെ കൈ പൊങ്ങാത്തേ? ഞാനിത് പേടിച്ചാ പറയുന്നത് കേട്ടോ. പറയുന്നത് മോശമാണ്, എങ്കിലും പറയാതിരിക്കാൻ ഒക്കത്തില്ല. സാരിയും പാവാടയും കൂടെ എടുത്തു കുത്തിയാച്ച ഒരു തള്ള തൊഴിക്കാൻ ചെന്നത് സഭയ്ക്കകത്ത് വെച്ചു. അവസാനം തളർന്നിട്ട് നടക്കാൻ മേല. ഒരിക്കൽ ഞാൻ ചെന്ന്, അമ്മയുടെ പ്രായമുണ്ട്, ഞാൻ ചെന്നു, ഞാൻ പോവും, ചെന്ന് കാര്യമൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞു, ഒന്ന് കട്ടിലേന്ന് കാല് താഴെ, ഞാൻ പിടിക്കാം, ഒന്ന് നിൽക്കാൻ പറഞ്ഞു. ഇത് രണ്ടും ഞാൻ കണ്ടതാ. മനസ്സിലാകുന്നുണ്ടോ? സ്ഥലവും പേരും ഒന്നും ഞാൻ പറയത്തില്ല. ദൃഷ്ടാന്തം പൗലോസ് പറഞ്ഞില്ലേ, ഇത് നമുക്ക് ദൃഷ്ടാന്തം എന്ന് പറഞ്ഞ പോലെ അവരെ നമ്മൾ വിധിക്കുകയല്ല, അതൊക്കെ അവരും ദൈവവും കൂടെ തീർക്കും. പക്ഷെ ഇതൊക്കെ കാണുമ്പം ഞാനും നിങ്ങളും നല്ലതുപോലെ ഭയത്തോടെ ദൈവത്തെ സേവിക്കണം. അതിനാ ഞാനിത് പറഞ്ഞേ. അഹങ്കരിക്കരുത്, സ്തോത്രം, നിഗളിക്കരുത്. ാർഥ്യക്കാരില്ല, നിഗളികളില്ല, ഭോഗപ്രിയരുമില്ല. അവിടെ ധാർഷ്ട്യക്കാരില്ല, നിഗളികളില്ല, ഭോഗപ്രിയരുമില്ല. ഏഷണിക്കാരും ദൂഷകന്മാരും നന്ദി കെട്ടോരുമില്ല. ഏഷണിക്കാരും ദൂഷകന്മാരും നന്ദി കെട്ടോരുമില്ല. വഞ്ചനയില്ല, വാഗ്വാദമില്ല, വൈരമജേടമില്ല. വഞ്ചനയില്ല, വാഗ്വാദമില്ല, വൈരമജേടമില്ല. അപ്പൊ ശ്രദ്ധിക്കുക, നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കും. നിഗളിക്കരുത്. അത് ഓടിച്ചു പോകാം. 4-ാം അധ്യായത്തിൽ നിഗളം കയറി. അതിന് തമ്പുരാൻ ഒരു ചെറിയ ശിക്ഷ കൊടുത്തു. ഒരു 7 കൊല്ലം മഞ്ഞ് കൊള്ളണം, പുല്ല് തിന്നണം, മൃഗത്തിന്റെ സ്വഭാവമായിരിക്കും. സ്തോത്രം. നോക്കി നിൽക്കുമ്പോൾ ആ രോമമല്ല വളർന്ന പരുവക്കേടായി. അതിന്റെ കാരണം പറഞ്ഞു, അത്യുന്നതനായവനാ സകലത്തെ നിയന്ത്രിക്കുന്നത്. അത് നന്നായിട്ട് മനസ്സിലായി കഴിയുമ്പം ഈ പ്രശ്നം പരിഹരിക്കും. വിവരിക്കുന്നില്ല. 4. 5-ാം അധ്യായത്തിൽ അഹങ്കാരം മുടുത്ത് മട്ടുപ്പാവിലെ കൂടെയൊക്കെ കയറി ഉലാത്തി. രാജാവിന് തോന്നി എനിക്ക് ഏതാണ്ട് കനമുണ്ടെന്ന്, തൂക്കമുണ്ടെന്ന്, വെയിറ്റ്. ഇപ്പൊ ഉള്ളതിൽ ഇപ്പം വെയിറ്റ് കൂടുതൽ എനിക്കാന്ന് പുള്ളിക്ക് ഒരു ചിന്ത. ചുമ്മാ ഇരിക്കുമ്പോ അങ്ങനെ ഒത്തിരി ചിന്ത ഉണ്ടാകും. പിന്നെ വെറുതെ ഇരിക്കുമ്പോ മിണ്ടുന്നില്ല. വെറുതെ ഇരിക്കുമ്പോ പ്രാർത്ഥിക്കുകയാന്നേ വലിയ കുഴപ്പം വരികയല്ല. വേദപുസ്തകം വായിച്ചാലും വലിയ കുഴപ്പം അല്ലാതെ ചുമ്മാ ഇരുന്ന പരുവക്കേടാകും.
ഒറ്റയ്ക്ക് ഇരുന്നപ്പോഴല്ലയോ പാമ്പ് തള്ളയെടുക്ക വന്നേ, അല്ലേ? അവർ രണ്ടുപേരും കൂടി ഇരുന്നപ്പോ പാമ്പ് വന്നോ? നിങ്ങൾ പറ. ഇല്ല. പിന്നെ എപ്പോഴാ വന്നേ? ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാ. അതുകൊണ്ട് ആ തിരുവചനത്തിലുണ്ട്, ഒരുവനേക്കാൾ ഇരുപടണം. ഒരുത്തം വീണാൽ മറ്റവൻ എഴുന്നേൽപ്പിക്കും. അതുകൊണ്ടൊക്കെ തന്നെ കർത്താവ് പറഞ്ഞത് സുവിശേഷത്തിലേക്ക് പോകുമ്പോൾ 2 പേരെ അയച്ചത്. ഒറ്റയ്ക്ക് അതിലെ പമ്മി പമ്മി നടക്കരുതെന്ന് പറഞ്ഞ് വിടുതലാന്നും പറഞ്ഞ്. അങ്ങനല്ലേ? അയ്യോ, 2 പേര് ഒത്തിട്ടല്ലാതെ എങ്ങനെ നടക്കും? അപ്പോൾ ദൈവമാണ് സകലത്തെ നിയന്ത്രിക്കുന്നവൻ. സകലത്തിന്റെ അധികാരി ദൈവമാണ്. ഇതൊക്കെ തെളിയിക്കുക ദൈവത്തിന്റെ മഹത്വം. 5-ാം അധ്യായത്തിൽ തൂക്കമുണ്ട് അല്ലെങ്കിൽ വെയിറ്റ് ഉണ്ടെന്ന് തോന്നിയപ്പോൾ തമ്പുരാനിവനെ തൂക്കി ഭിത്തിയിലെടുത്ത് ദാനിയേൽ വന്ന് വായിച്ചു. സ്തോത്രം. മെനെ മെനെ തെക്കേ ഓപ്പർസീൻ വ്യാഖ്യാനവും നടത്തി. ദൈവം നിന്നെ തൂക്കി, നിനക്ക് ഒരു വെയിറ്റും ഇല്ലെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അന്ന് രാത്രി തന്നെ ബേൽശസ്സർ കൊല്ലപ്പെട്ടു. 62 വയസ്സുള്ള ദാരിയാവേശ് പുള്ളി രാജ്യത്തം പ്രാച്ച ഇഷ്ടപ്പെട്ടില്ലെന്ന് വന്ന് ഉറക്ക വായിക്കും. ആ മതി, ഇപ്പൊ കുഴപ്പമില്ല. അപ്പോൾ അത് 5-ാം അധ്യായത്തിൽ. 6-ാം അധ്യായത്തിൽ ദാനിയേലിനെ സിംഹത്തിന്റെ ഗുഹയിലിടുക. രാജാവിനോട് പ്രാർത്ഥിക്കണം, വേറെ ആരോടും പ്രാർത്ഥിക്കരുത്. ദാനിയേൽ അതിന് വഴിപ്പെട്ടില്ല. ദാനിയേൽ യെരൂശലേമിന് നേരെ നോക്കിയിരുന്നാ പ്രാർത്ഥിക്കുന്നത്. കാരണം ശലോമോൻ പ്രാർത്ഥിച്ചപ്പോൾ ആലയ പ്രതിഷ്ഠ നടത്തിയവൻ പറഞ്ഞു, നിങ്ങൾ എവിടെ പോയാലും ഈ ആലയത്തെ നോക്കി പ്രാർത്ഥിച്ചാൽ വിടുതലാന്ന് പറഞ്ഞു. സിംഹത്തിന്റെ ഗുഹയിലിട്ടു. പക്ഷേ ദൈവം ദൂതനെ വിട്ട് സിംഹത്തിന്റെ വായങ്ങ് അടച്ചു. ഞാൻ കഴിഞ്ഞ ദിവസവും പ്രസംഗിച്ചപ്പോൾ ഭാഗം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഈ ദാനിയേലിനെ ഇടാൻ പദ്ധതി കിട്ടപ്പോഴേ ദൈവം ദൂതന്മാരോട് പറഞ്ഞു, ഇന്ന് വൈകിട്ട് മുടിരാത്രി പ്രാർത്ഥനയാന്ന് പറഞ്ഞു. ദൂതന്മാരോട് പറഞ്ഞു, ഓൾ നൈറ്റാ. ദൂതന്മാർ ചോദിച്ചു എവിടാന്ന് ചോദിച്ചു. അത് സിംഹഗുഹയിലാന്ന് പറഞ്ഞു. ദാനിയേൽ വരുന്നതിന് മുന്നേ ദൂതൻ ഇഞ്ഞ് ഇറങ്ങി. ദൂതൻ വന്ന് സിംഹത്തോട് പറഞ്ഞു, ഇന്ന് മുടിരാത്രി പ്രാർത്ഥനയാ, ഫുഡൊന്നും ഇല്ലെന്ന് പറഞ്ഞു. ഇന്ന് ഫുഡൊന്നുമില്ല. അപ്പം സിംഹം ചോദിച്ചു, അതിന് എല്ലാവരും ഫാസ്റ്റിങ്ങാ, ഞങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു. എൻ്റെ ദൂതൻ സിംഹത്തോട് പറഞ്ഞ്, ഇച്ചിരി കഴിഞ്ഞ് ദാനിയേൽ ഉപദേശി വരും, പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ക്ഷീണം തോന്നും, നിങ്ങൾ ഇങ്ങനെ അടുക്കടുക്കായിട്ട് നിൽക്കണം. പുള്ളിക്ക് ചിലപ്പോൾ ഇടയ്ക്ക് ഒന്ന് നല്ല എമ്മബോമിൻ്റെ മെത്തേ കിടക്കും പോലെ. ദൂതന് ദൈവം വിട്ടെന്ന് നേരത്തെ. അതുകൊണ്ടല്ലേ ദാനിയേൽ പിറ്റേന്ന് കരയ്ക്കോട്ട് കയറി കൈയടിച്ച് പറഞ്ഞ്, രാജാവിന് ദീർഘായുസുണ്ട്, രാജാവേ, സിംഹങ്ങൾ എനിക്ക് കേട് വരുത്താതിരിക്കാൻ എൻ്റെ ദൈവം തൻ്റെ ദൂതനെ വിട്ട് സിംഹത്തിന്റെ വായ അടച്ചു. പ്രൈസ് ദി ലോർഡ്. 6-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയം അതാ. അതിന്റെ ഒടുവിലത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. ഒന്നുകൂടെ വായിക്കാം. എന്നാൽ ദാനിയേൽ ദാരിയാവേശിന്റെ വാഴ്ചയിലും പേർസി രാജാവായ കോരശിന്റെ വാഴ്ചയിലും ശുഭപ്പെട്ടിരുന്നു. ആമേൻ, സ്തോത്രം. ഒരു കാര്യം പറയാം, ബാക്കി നാളെയാ പ്രസംഗിക്കുന്നത്. ദാനിയേൽ ശുഭപ്പെട്ടിരുന്നു. ഒരു ദൈവ പൈതൽ ഏത് സ്ഥലത്തും ഏത് രാജ്യത്തും ഏത് സന്ദർഭത്തിലും ശുഭപ്പെട്ടിരിക്കണം. അതാണ് ദൈവത്തിന്റെ തിരികിതം. നീ ഞാൻ ചുമ്മാ കരഞ്ഞും കൂവി മോങ്ങിയും ഒന്നും ഇരിക്കാൻ ദൈവം ഇഷ്ടപ്പെടുന്നില്ല. നമുക്ക് പ്രയാസങ്ങളും ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ കാണും. പക്ഷേ നമ്മളെപ്പോഴും നല്ല ശുഭപ്പെട്ടിരിക്കണം. ഒരു ദൈവ പൈതൽ ഏത് സമയത്തും ഏത് സ്ഥലത്തും ശുഭതയോടിരിക്കണം. അങ്ങനെ ആണെന്നല്ല പുസ്തകത്തിലെ വാക്യം, യഹോവേ ഞങ്ങൾക്ക് ശുഭത നൽകണമെന്നാണ്. ഒന്നാമത്തെ കാര്യം, എന്നെ നിങ്ങളെ കാണാൻ കൊള്ളുകയല്ല. അന്നേരം മോന്തയും കൂടെ തെളിയാതിരുന്നാലോ? സന്തോഷിച്ചിരിക്കണ്ടേ? ഓ, എൻ്റെ ഭാഷ എന്നാ ഓർത്ത് സന്തോഷിക്കാനാ? അതിന് തള്ളയെ കർത്താവി സന്തോഷിക്കേ.
മക്കളിൽ സന്തോഷിച്ചാൽ അത് അത്ര നിലനിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭർത്താവിൽ സന്തോഷിച്ചാൽ അത്ര നിലനിൽപ്പ് കാണുമെന്ന് തോന്നുന്നില്ല. ഭാര്യയിൽ സന്തോഷിച്ചാലും അത് അത്ര ശ്വാശ്വത ഒന്നും അല്ല. കുടുംബകലകം ഉണ്ടാക്കാൻ വന്ന ആളുമല്ല ഞാൻ. ഇങ്ങോട്ട് രണ്ടുപേരും ഒരു ബൈക്കേ വന്ന് അങ്ങോട്ട് ഇനി ഇയാളെ സന്തോഷിച്ച് ഞാൻ പോവാന്ന്, അങ്ങനെയൊന്നും പോകരുത്. ഇതൊന്നും നിലനിൽപ്പുള്ളതല്ല. കർത്താവിൽ സന്തോഷിക്കണം. സ്തോത്രം. എപ്പോഴും ഞാൻ സന്തോഷിക്കും, എൻ യേശു എൻ്റെ ഗാനം, എല്ലായിടവും ആഘോഷിക്കും എൻ്റെ രക്ഷകന്റെ നാമം. യേശുവേ നീ സ്വർഗ്ഗത്തിൽ എൻ്റെ നാമം എഴുതി ആരും എടുക്കാത്ത ഈ ഭാഗ്യം. അപ്പൊ ശ്രദ്ധിക്കുക, കർത്താവിൽ സന്തോഷിക്കണം. ദൈവത്തിന്റെ മഹത്വം എപ്പോഴും സന്തോഷിച്ചോണം. യഹോവ ഞങ്ങൾക്ക് ശുഭത നൽകണം. ഒരു ദൈവ പൈതൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവമക്കൾ ശുഭപ്പെട്ടിരിക്കണം. ഒന്ന്, വ്യക്തിജീവിതത്തിൽ ശുഭത വേണം. രണ്ട്, കുടുംബത്തിനകത്ത് ശുഭത വേണം. മൂന്ന്, സഭയ്ക്കകത്ത് ശുഭത വേണം. ആ 3 വാക്യം ഇപ്പൊ തരാം, ബാക്കി നാളെ പ്രസംഗിക്കും. ഒന്ന്, വ്യക്തിപരമായി ശുഭത. 2, കുടുംബത്തിനകത്ത് ശുഭത. 3, സഭയ്ക്ക് ശുഭത. ദാനിയേൽ ശുഭപ്പെട്ടിരുന്നു. അതിന്റെ കാരണങ്ങൾ നാളെ ചിന്തിക്കുകയും ചെയ്യാം. ഇപ്പോൾ ഈ 3 വാക്യം ഒന്ന് വായിച്ചോ. ഒന്ന്, വ്യക്തിപരമായി ശുഭപ്പെട്ടിരിക്കണം. യോഹന്നാന്റെ 3-ാം ലേഖനം 2-ാം വാക്യം. 2-ാം ലേഖനം 2-ാം വാക്യം വായിച്ചോ പ്രിയനെ. പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ ശകലത്തിലല്ല, പിന്നെ സകലത്തിലും ശുഭമായും സുഖമായിട്ടും ഇരിക്കണം. അപ്പൊ നമുക്ക് നാളെ അതൊക്കെ ചിന്തിക്കാം. ഇത് യോഹന്നാൻ ഗായോസിനോട് പറയുകയാ. ശകലത്തിലല്ല ശുഭത, സകലത്തിലും ശുഭപ്പെട്ടിരിക്കണം. അത് വ്യക്തിപരമായ ശുഭത. 2, കുടുംബത്തിനകത്ത് ശുഭത. യസ്രായുടെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം, അറിവുള്ള വാക്യമായി എന്നാലും ഒന്ന് ഉറക്കെ വായിച്ചു. യസ്രാ 8:21. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞു കുട്ടികൾക്കും ഒരു ശുഭയാത്ര. ഇവിടെ കുടുംബത്തിൽ ശുഭയാത്ര. 3, സഭയ്ക്ക് ശുഭയാത്ര വേണം. സഭ ശുഭതയോടിരിക്കണം. അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിന്റെ 28-29 വാക്യം ആയിരേ. വിഗ്രഹാർപ്പിതം, രക്തം, ശ്വാസം മുട്ടിച്ചത്തത്, പരസംഗം എന്നിവ വർജിക്കുന്നത് അതെല്ലാം ആവശ്യമെന്നല്ലാതെ അധികമായ ഭാരമൊന്നും നിങ്ങളുടെ മേൽ. അടുത്തത് അടുത്തത്, ഇവ വർജിച്ച് സൂക്ഷിച്ചു കൊണ്ടാൽ നന്ന് ശുഭമായിട്ടിരിക്കണം. ഇത് സഭയ്ക്കുള്ള ദൂത. അപ്പോൾ വ്യക്തിപരമായി ശുഭപ്പെട്ടിരിക്കണം, കുടുംബത്തിനകത്ത് ശുഭത വേണം, സഭയ്ക്ക് ശുഭത വേണം. ഈ കാര്യമെല്ലാം നാളെ നമുക്ക് ചിന്തിക്കാം. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് 9:15 വരെ എടുക്കാൻ പറഞ്ഞു. ഇവര് 9 വരെ എടുക്കാൻ പറഞ്ഞു. 2 കൂട്ടര് അഭിപ്രായ വ്യത്യാസം വരാതിരിക്കാൻ ഞാൻ 2ന്റെ ഇടയ്ക്ക് അങ്ങ് നിർത്തുക. അപ്പം ദൈവം അനുവദിച്ചാൽ നമുക്ക് നാളെ ഒന്നിച്ചു കൂടാം. എല്ലാവർക്കും ഒരു ശുഭത. അമ്മാമ്മ ഏതാണ്ട് പറഞ്ഞ് എന്തോ പറഞ്ഞ്, ഈ റോസ് സാരി എടുത്ത അമ്മാമ്മ, വെള്ള സാരി എടുത്ത അമ്മാമ്മയോട് എന്തോ പറഞ്ഞു. സമയം 9 മണി. ഇതിൽ 9:05.
എല്ലാവരും അങ്ങനെ കേട്ട ദോഷമൊന്നും അല്ലല്ലോ, സമയമല്ലേ ചോദിച്ചേ, വേറൊന്നും അല്ലല്ലോ ചോദിച്ചേ. അപ്പം ദൈവം അനുവദിച്ചാൽ നമുക്ക് നാളെ ഒന്നിച്ചു കൂടി ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാവിധ ആവശ്യങ്ങളും നല്ലതു പോൽ ചെയ്തു തരുന്ന എല്ലാവിധ ആവശ്യങ്ങളും ആമേ നല്ലതു പോൽ ചെയ്തു തരുന്ന എല്ലാ മുട്ടും തീർത്ത നല്ല കർത്താവീൻ എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ പാടുവോ. എല്ലാ മുട്ടും തീർത്ത നല്ല കർത്താവ്, ഓ എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ ഗീതം മാറിപ്പോകും. ഓ വല്ലഭൻ നമുക്ക് നല്ലവന എല്ലാ ദാനങ്ങളും ചെയ്തരുള എന്നുണ്ട്. ആമേ വല്ലഭൻ നമുക്ക് നല്ലവനും ചെയ്തരുളമെന്നുണ്ട്. നാം എല്ലാരും ഒന്നായി കൂടുവോ, നാഥനെ കൊണ്ടാടി പാടുവോ. നാം എല്ലാരും ചേർന്ന് ഓ നാഥനെ കൊണ്ടാടി പാടുവോ. ഭൂതലത്തിൽ നമ്മെ ക്ഷേമമോടെ ആ നായകനു സ്തോത്രമും ആദരവായി പാടുവോ. ഭൂതലത്തിൽ നമ്മെ ക്ഷേമമോടെ കാത്ത നായകനു ഓ ആദരവായി പാടുവോ. ഭൂതലത്തിൽ നമ്മെ പാടുവോ. ഭൂതലത്തിൽ നമ്മെ ക്ഷേമമോടെ കാത്ത നായകനോത്രം ആദരവായി പാടുവോ. ഹല്ലേലൂയ ഗീതം അവൻ അല്ലലല്ല മാറിപ്പോകും. ഓ ഹല്ലേലൂയ ഗീതം പാടിന എല്ലാം മാറിപ്പോകുമേ. വല്ലവന നല്ലവനായുണ്ട് എല്ലാ ദാനം ഓ ചെയ്തരുളമെന്നുണ്ട്. വല്ലവൻ നമുക്ക് നല്ലവന എല്ലാ ദാനങ്ങളും ചെയ്തരുള. കരമുയർത്തി ഹല്ലേലൂയ പാടാം, ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. എൻ്റെ കൂടെ ഞങ്ങൾ ഒന്നിച്ച് ബൈബിൾ സ്കൂളിൽ പഠിച്ചതാണ് ബഹുമാന്യ സാബു പാസ്റ്റർ. ദൈവം അനുഗ്രഹിക്കട്ടെ. വീണ്ടും ഒരു കൂട്ടായ്മ ദൈവം തന്നല്ലോ. അദ്ദേഹത്തിൻ്റെ പിതാവും പഴയ പാസ്റ്റർ ചർച്ചക്കോടിലെ എസൻപുരത്തെ കോര പാസ്റ്റർ, അവരൊക്കെ ദൈവസഭയ്ക്ക് വേണ്ടി നന്നായിട്ട് അധ്വാനിച്ച കുടുംബങ്ങളാണ്. ആ ദൈവദാസൻ്റെ മകനാണ് സാബു പാസ്റ്റർ. ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്തിരിക്കുന്ന കർത്തദാസൻ്റെ ചർച്ചിലാണ് കഴിഞ്ഞ ദിവസം നമ്മൾ അവിടെ നമ്മുടെ സ്ഥലത്തിൻ്റെ പേരിന് സതീഷ് പാസ്റ്റർ. ദൈവം നിങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ.